തൈമാസ പെണ്ണാളെ താമര കണ്ണാളെ പാടാത്ത പാട്ടൊന്നു പാടിവാ മന്ദാരപ്പൂവല്ലേ മൂവന്തി ചോപ്പല്ലേ ശൃംഗാരത്തേൻ തുമ്പി കൂടവാ ഉഷകന്യ പോൽ മിഴിത്താരിൽ നീ ദിറദീപമേന്തിവാ കുയിൽ കൂവുമെൻ കരൾ കൂട്ടിലെ മുളം കാട്ടിനുള്ളിൽ വാ ഓ ഓ തൈമാസ പെണ്ണാളെ താമര കണ്ണാളെ പാടാത്ത പാട്ടൊന്നു പാടിവാ പുന്നാരക്കനവുകൾ അടിമുടി സല്ലാപ കുളിരിൽ മുങ്ങണ മേള ഈ മേള പാച്ചോറ്റിക്കാവിൽ കുരുവികൾ പഞ്ചാരിക്കലവില കൂട്ടണ വേള പുലർവേള ഈ ഞാറ്റുവേല പെണ്ണിനുള്ളിൽ മൗന സംഗീതം ഞാൻ കാത്തുവച്ചൊരു കാവ്യസുന്ദര പ്രണയ സങ്കൽപ്പം പുഴ പാടുമോ കടൽ തേടുമോ ഇനി പുതിയൊരീണവുമാ തൈമാസ പെണ്ണാളെ താമര കണ്ണാളെ പാടാത്ത പാട്ടൊന്നു പാടിവാ ഓം നമോ നാരായണായ നമോ ഓം നമോ നാരായണായ നമോ വലിയേട്ടാ വരൂ, കാപ്പി കുടിക്കാം. ഞാൻ ഈ പണിയൊന്ന് തീർത്തോട്ട് അല്പം കഴിച്ചിട്ട് മതി. രാത്രി പിള്ളേരോടെ പോയി മദ്യപിച്ചിട്ട് രാവിലെ ഞാനെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞിരിപ്പ്. ഒന്ന് ചുമ്മാതിരി, വലിയേട്ടൻ വന്നിരിക്കൂ, സമയത്ത് ആഹാരം കഴിക്കണ്ടേ? വരുതു പാർവതി. ഇവനില്ലാതെ എങ്ങനെ ആഹാരം കഴിക്കുന്നേ? അവരൊന്ന് വിളിച്ചേ, വേണേ കഴിച്ചിട്ട് തുടങ്ങിക്കോട്ടെ. എന്താ അവനില്ലാതെ ആഹാരം കൊണ്ട് ഇറങ്ങുന്നില്ലേ? ഏത് പണിക്ക് പോയാലും 2 മാസം കഴിയുമ്പോ തിരിച്ചു വരും. നിങ്ങൾ ഒരുത്തനല്ലേ അവനെ ചീത്തയാക്കുന്നത്? ഞാനോ? അളിയെ മാത്രമല്ല വേറെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. നേരെ വെളുക്കുമ്പോൾ തുടങ്ങും നിന്റെ കുറ്റം പറച്ചിൽ. മുതിർന്നവരെന്നില്ല, പിള്ളേരെന്നില്ല. ഈ സിറ്റിയിൽ രാവിലെ 8 മണിക്ക് ടേപ്പ് റെക്കോർഡിൽ അലാറം വെച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു ഭാഗ്യവാൻ നമ്മുടെ മോൻ മാത്രമാണ്. ചെറുപ്പക്കാരനല്ലേ, എഴുന്നേക്കാൻ താമസിക്കും. അളിയൻ എന്തിനാ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ? എന്റെ സപ്പോർട്ട് എന്നെ പോലെ ചെറുപ്പക്കാർക്കാ. അമ്മേ, അച്ഛനവിടെ ഉണ്ടോ? ഉണ്ട്, സാരമില്ല, നീ വാ. ഓഫീസിൽ പോവാൻ സമയമായി, വേഗം കാപ്പി കൊണ്ടുവന്നേ. ദാ വരുന്നു. ഹലോ, ഒന്നിങ്ങി വന്നേ. ഉറക്കം എണീറ്റിട്ട് 5 മിനിറ്റ് ആയില്ല. അതിനു മുമ്പ് എങ്ങോട്ടായി പോകുന്നേ? ഞാനൊന്ന് പുറത്ത് വിട്ടു പോരാം. നീ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ചെക്ക് ബാങ്കിൽ കൊടുത്തേക്ക്. ഓനെ ഇനി വാ, കഴിച്ചു. എക്സ്ക്യൂസ് മീ, ആ പേനും തരാമോ? സർ, ആ പേനൊന്ന്. എന്തുണ്ട ചവിയെ, എഴുതിന് കണ്ടില്ലേ? പേന തരാൻ പറ്റില്ല, നീ പോയേ. അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എടുക്കാൻ മറന്നുപോയതാ. മറന്നോ? നന്നായി. ബാങ്കിൽ വരുമ്പോ പേന വേണമെന്ന് അറിയില്ലായിരുന്നോ? ഈ പേന കൊണ്ട് ലോറി ഒന്നും വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല സാർ, എന്തുകൊണ്ട് നിർത്തിക്കാന്നല്ലേ? പാന്റ് ഷർട്ടിടാൻ നീ മറന്നില്ലല്ലോ. അതിന്റെ അടിയിൽ ജെറ്റിടാൻ നീ മറന്നില്ലല്ലോ. പെണ്ണുങ്ങളെ ലൈൻ അടിക്കാൻ പോകുമ്പോ മേലും മുഴുവൻ സെന്റ് പുഷൻ നീ മറക്കാറുണ്ടോ? മത്തങ്ങത്തലയാ. എന്തുകൊണ്ട് കന്നാലി കുറ്റം മറിച്ച് രാവിലെ വീട്ടിൽ നിന്ന് വന്നത്? കോളേജ് വിടുമ്പോ പെൺകുട്ടികളെ നീയൊക്കെ വീട്ടിൽ കൊണ്ടാക്കാറുണ്ടല്ല. സിഗരറ്റ് വലിക്കാനും ബീർ കുടിക്കാനും മാത്രം ഓർത്താ പോരാ സാർ. അതിനിപ്പോ അതല്ല കുട്ട, ബാങ്കിൽ വരുമ്പോ പെണ്ണും യുദ്ധത്തിന് പോകുമ്പോ ഗണ്ണും കമ്പൽസറി നിനക്കറിയില്ലടാ. മനസ്സിലായോടാ? അത് മനസ്സിലായി. ഈ ബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ കണക്ക് സാർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. മൊത്തത്തിലൊരു ലെക്ചർ ലുക്കാണല്ലോ സാറിന്. നിനക്കതിന് മനസ്സിലായേ? ഇത്ര നേരം ക്ലാസ് എടുക്കല്ലായിരുന്നു. ഒരു പേന ചോദിച്ചാൽ അയാൾ ഇത്ര ചീത്ത പറഞ്ഞെങ്കിലേ നീ ചെയ്ത് തന്നെയാ ശരി. എന്നെ മാത്രം പറഞ്ഞെങ്കിൽ ഞാൻ വിട്ടനെ. ഇത് ടോട്ടൽ യൂത്തിനെ കുറിച്ച് പറഞ്ഞു. അതാ എനിക്ക് ദേഷ്യം വന്നത്. സാബു, ഒരു സിഗരറ്റ് തീർന്നു പോയി, വാങ്ങാൻ ആളെ വിട്ടിരിക്കുക. എന്താണത്? ഒരു 4-5 പാക്കറ്റ് സിഗരറ്റെങ്കിലും വാങ്ങിച്ചു വെച്ചൂടാ? കുറച്ച് കഴിഞ്ഞ് വലിച്ചാൽ അതിന് പുക വരില്ലേ? എടാ സാബു, അവൻ ചായ കുടിച്ചല്ലേ,
ഇനി ആത്മാവിനൊരു പുക കൊടുക്കട്ടെ. അതിന്റെ സുഖം വല്ല ഇവനറിയാവോ? അതിന്റെ സുഖമൊക്കെ എനിക്കറിയാം. പഴയ പറ്റി നീ ആദ്യം കൊടുക്ക്. ഓ അത്രയും വരായോ? നീ എന്താ ഡള്ളായിരിക്കുന്നേ? അവന് തന്തപ്പടിവെല്ലാം പറഞ്ഞാണ്. നിനക്കെങ്ങനെ മനസ്സിലായടാ? ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഇവനും അച്ഛനും തമ്മിൽ വഴക്കാം. പ്രോബ്ലം എന്താ? ഞാൻ IAS പഠിക്കണത് അച്ഛൻ പറയണേ. ഞാൻ എങ്ങനെ പഠിക്കാനാ? IAS എഴുതണമെങ്കിൽ ഡിഗ്രി പാസ്സാവണമെന്ന് അറിയില്ല നിന്റെ അച്ഛന്. എടാ നീ ആർക്കാണ്ടും വേണ്ടി നീ ഓക്കാനിക്കണ്ട. നിനക്കിഷ്ടമുള്ള സബ്ജക്ട് ദൈവത്തെ വിചാരിച്ച് നീ പഠിക്കും. എല്ലാവരും നിന്നെ പോലെ ആവും. സാബു പറ്റ് കൂടിക്കൊണ്ടിരിക്കുക. വല്ല നടപടി ഉണ്ടോ? എന്താ അതിനെ പിക്ക് ചെയ്യാനുള്ള പരിപാടിയാണോ? എടാ നീ ബസ്സിനെയും കാണുന്നതിന് മുമ്പ് ഞാനുള്ള പിക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ മനസ്സിലാക്കി? അതാണ് ഈ സ്മോക്കോളജി. അസ്ട്രോളജി എന്ന് കേട്ടിട്ടുണ്ട്. ഈ സ്മോക്കോളജി എന്താ? സ്മോക്ക് ചെയ്തുകൊണ്ട് പ്രേമത്തിന്റെ ലെവലുകൾ കണ്ടുപിടിക്കുന്നതാണ് സ്മോക്കോളജി. അതെങ്ങനെ? ഇപ്പൊ ഒരു പെണ്ണിനെ നോക്കി നമ്മൾ സ്റ്റൈലിൽ പുക ഊതിവിട്ടാ അവളെ നോക്കി സൈറ്റ് അടിക്കുകയാണെന്ന് അർത്ഥം. ഇനി അതേ സിഗരറ്റ് എടുത്ത് പോക്കറ്റിലിട്ടാൽ ആ പെണ്ണിന്റെ മുമ്പിൽ നല്ല പിള്ള ചമയാന്ന് അർത്ഥം. ഇനി ഈ സിഗരറ്റ് എടുത്ത് ഇങ്ങനെ നിലത്തൊരു ചവിട്ടി കൂട്ടിയാ അവള് പിക്കപ്പ് ആയിന്ന് അർത്ഥം. സിഗരറ്റ് കയ്യിൽ നിന്ന് താഴെ പോയാലോ? ഗുഡ് ക്വസ്റ്റ്യൻ. പിക്കപ്പ് ഡ്രോപ്പ് ആയെന്ന് എന്റെ അർത്ഥം. അങ്ങനെയാണോ? ഇതൊക്കെ ലൈൻ ഓക്കെ ആവുന്ന വരെ. അത് കഴിഞ്ഞാലാ ഡയറക്റ്റ് ആയിട്ട് പുക പേസിലേക്ക് ഊതിവിടാലോ. ഇവന്റെ കണ്ടുപിടുത്തം കണ്ടില്ലേ? ചാനൽ തുറന്ന് നിന്നെ
അതെന്തിനാണ് അവിടെ വെച്ച് കളഞ്ഞത്? നമ്മള് വന്ന രജിസ്റ്റർ ഓഫീസിലേക്കാ. ഇവിടെ എന്തിനാണോ റിവാൾവർ? താൻ വാ. പുതിയതായി ഇന്നലെ വന്ന ജിയോ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചല്ലോ. ഒട്ടിച്ചു. നമസ്കാരം മണികണ്ഠ സാർ. ഇത് പുതിയ സബ് രജിസ്ട്രാർ രാമനാഥൻ സാർ. പറഞ്ഞറിയും, പക്ഷെ പരിചയമില്ല. നമസ്കാരം. നമസ്കാരം സാർ. മണികണ്ഠൻ സാറ് സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു VIP ആണ്. ആ പേര് പറഞ്ഞ ആളുകൾ ആദരവോടെ കൈകൂപ്പാറുണ്ട്. സാറിന്റെ നാടും തൃശ്ശൂർ തന്നെയാണ് സാർ. തൃശ്ശൂരോ? തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ അടുത്തൊരു ചെറിയ വില്ലേജ്. സിറ്റിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ. എന്തോ നാട്ടുംപുറത്താവുമ്പോ ഒരലമ്പുമില്ല. എന്റെ വിസിറ്റിംഗ് കാർഡ്. സോറി, എന്റെ കയ്യിൽ കാർഡില്ലല്ലോ. കുഴപ്പമില്ലെന്നേ. എന്നെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇതൊക്കെ പ്രയോജനപ്പെടുമെന്നല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ? ഇന്നെന്താ ഈ വഴിയൊക്കെ? വടക്കാഞ്ചേരിക്കടുത്ത് എന്റെ ചെറിയൊരു സൈറ്റ് ഉണ്ട്. അതിൽ ചില കടലാസ് പണിയൊക്കെ ആയിട്ട്. എന്റെ സഹായം എന്തെങ്കിലും? ഇവിടെയുള്ളവരൊക്കെ നമ്മുടെ ആൾക്കാരാ. എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. നമസ്കാരം. മണികണ്ഠൻ സാറ് സാമ്പത്തികമായിട്ട് വളരെ വലിയ നിലയിലാണ്. അദ്ദേഹത്തിന്റെ മകൾ സത്യയെ നമ്മുടെ ശിവയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? 3-4 മാസം അവൻ ശരിക്കും എവിടെയെങ്കിലും ജോലി ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഈ രജിസ്ട്രാർ വളരെ റിച്ച് ആണെന്നാ. അത് മാത്രമല്ല, നല്ല തറവാട്ടുകാരനുമാ. ഈ കൈക്കൂലികൾ ചോദിക്കുക വാങ്ങിക്കുക ഒന്നും ചെയ്യാത്ത നല്ല തങ്കപ്പെട്ട മനുഷ്യൻ കേട്ടാ. ഒരേ ഒരു പയ്യനേ ഉള്ളൂ അങ്ങർക്ക്. നല്ല കിളി പോലത്തെ സ്വഭാവങ്ങള്. നമ്മുടെ സത്യമോൾക്ക് അതിന്റെ സമയമാകുമ്പോ നോക്കാടോ. അയ്യോ, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന ഏതാടാ കാണാ? എന്ത് ചെയ്യാനാമേ, ചാനലിൽ വേറെ പ്രോഗ്രാം ഒന്നുമില്ലല്ലോ. ഇതുപോലെയാ, ബ്രാൻഡ് ഏതായാലും മദ്യം ഒന്ന് തന്നെയാ. കറക്റ്റ്. എന്ത് കറക്റ്റ്? ഏതെങ്കിലും ഒരു സീരിയൽ ഇട്ടെ, ഞാനത് കണ്ടോളാം. സോഡയ്ക്ക് കിക്കില്ലാത്ത പോലെ സീരിയലൊക്കെ സീരിയസാ, മുഴുവൻ ട്രാജഡിയാ. അല്ലടാ? ട്രാജഡി സീരിയൽ കാണുന്നതേ ബോറ്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് TV കണ്ട ബോറടിക്കില്ല. TV കാണുന്നതേ ഒരു ജോലിയാക്കിയ പിന്നെ ബോറടിക്കാതിരിക്കുന്നത് എങ്ങനെ? ശരി, ഇവിടെ ഇരുന്നാ ശരിയാവില്ല. കുറ്റപ്പെടുത്തിട്ട് കൂടും. വാ പോകാം. ശിവ, എന്റെ ഫ്രണ്ടിന്റെ മൊബൈൽ കമ്പനിയിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. നിന്നെ കുറിച്ച് ഞാനോട് പറഞ്ഞു, ഒന്ന് പോയി കാണാം. ഈ 9 to 5 ജോബിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എല്ലാവർക്കും രാത്രിയാ പ്രോബ്ലം. നിനക്ക് പകരെന്താ പ്രോബ്ലം? എനിക്ക് പ്രോബ്ലം. എന്ത് പ്രോബ്ലം എന്നാ നീ പറയുന്നേ? ഒരു ജോലി കിട്ടുമ്പോ അത് നിന്റെ സൗകര്യത്തിന് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? അച്ഛനെ പോലെ ഡെയിലി ചോറും കറി ലഞ്ച് ബോക്സിൽ ചുമന്നുകൊണ്ട് പോകാൻ എന്നെ കൊണ്ട് വയ്യ. പറ്റില്ലെങ്കിൽ ബിരിയാണി കൊണ്ടുപോകണ പോലെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. കമ്പനി ചെലവില് അവന് ഇഷ്ടത്തിനുള്ള ഭക്ഷണം വാങ്ങി കഴിക്കാം. ബാർ ഫെസിലിറ്റി ഉണ്ടോ? അവനൊരു കമ്പനി കൊടുക്കാമെന്ന്. വേണ്ട വേണ്ട വേണ്ട. മാസത്തിൽ 30 ദിവസം പോകാൻ എന്നെ കൊണ്ട് വയ്യ. അതിന്റെ ഒന്നും ആവശ്യമില്ല. മാസം തോറും അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. അത് 3 ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ തീർക്കുന്നത് നിന്റെ ഇഷ്ടം. ആ കമ്പനി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 1-2 മാസം ജോലി ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാ തുറന്നാ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട പറഞ്ഞവനെ വഴിതെറ്റിക്കായിരിക്കാം നിങ്ങള്. എന്തിനാണ് നീ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളുടെ ഗുണദോഷം കൊണ്ട് അവനിങ്ങനെ മടിയനായി മാറിയത്. നീ പോകുന്നെങ്കിൽ പോ, ഇല്ലെങ്കിൽ വേണ്ട. അച്ഛൻ ഞാൻ പോവാം. ഒരേ അഡ്വാൻസ് മേടിച്ചോ, അടിച്ചു വിളിക്കാം. അതല്ലോ, ആ പെൺകുട്ടി കണ്ടപ്പോ ഞാൻ വീണു പോയല്ല. പെൺകുട്ടി വീഴാൻ പോയ എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ആനന്ദിനെ ഒന്ന് കാണണം. He's in the cabin. Thank you. Welcome. എക്സ്ക്യൂസ് മീ സർ. നീയാ? നിങ്ങളാ? ഇരിക്കി. താങ്ക് യു സർ. എന്താ എന്റെ കൂടെ ജോലി ചെയ്യാൻ പേടിയാവുണ്ടാ? അയ്യോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്താ നിനക്ക് ജോലി എന്നറിയോ? മാർക്കറ്റിംഗ്. അതായത് നമ്മുടെ കമ്പനി പ്രൊഡക്റ്റ് സെല് ചെയ്യാ. വെരി ഗുഡ്. എങ്ങനെ വെക്കുന്നേ? ക്യാഷ് വാങ്ങിച്ച്. ഓക്കെ, ഇപ്പൊ ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാ. അതെന്തിനാ സാർ? എനിക്കൊരു പ്രോബ്ലം ഇല്ല. എന്റെ ടെസ്റ്റ് ബോഡിക്കല്ലട ക്ലാവേ, പിന്നെ ബ്രെയിൻ, തലച്ചോറ്. ഓ, അത് നിങ്ങളാ ചെയ്യുന്നേ? എന്താ സംശയ? അല്ല, ബ്രെയിൻ ടെസ്റ്റ് ആയതുകൊണ്ടാ. നീ ഈ ബൊമ്മയെ കണ്ടോ? ഇത് ഇവിടുത്തെ MD സാർ US നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാ. ഇതിന്റെ വില എത്രയാണെന്നറിയുമോ? $100. സപ്പോസ് ഇത് നീ എനിക്ക് വിൽക്കണം. എങ്ങനെ നീ വിൽക്കും? അതിനിപ്പോ എന്താ സാർ, ഈസി അല്ലേ? ഈസിയാ? ഇറ്റ് ഈസ് ജസ്റ്റ് ഇമ്പോസിബിൾ. പോസിബിൾ സാർ. കയ്യിൽ പൈസ വേണമെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ എവിടെ ഉണ്ടാവാനാ? എന്തുട്ടാ നീ പറഞ്ഞേ? എന്റെ പേഴ്സിൽ കാശില്ലെന്നാ? നോക്കടാ, കാർഡ്, കാശ്.
100 വേണ 500 വേണ എത്ര വേണ്ടെന്ന് വെച്ച് പറ. എന്നെ വെറുതെ നാണം കെടുത്തരുത്. ആ ഞാനാ തന്നെയാടോ ഈടോ ഇത്രയും കാശും കയ്യിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ബൊമ്മയെ മേടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന താനൊരു മന്ദബുദ്ധി. ഇങ്ങനെ പെടക്കോഴിയെ കണ്ട പൂവനെ പോലെ മണം പിടിച്ച് നിൽക്കാതെ വാങ്ങിച്ചോണ്ട് പോടോ കൊച്ചവാ. എന്താടോ തന്റെ മത്തക്കണ്ണ് മേടിച്ചിങ്ങനെ നോക്കുന്നത്? എന്റെ നീ എന്നെ പേടിപ്പിക്കാ? ഈടോ 100 രൂപ കൊടുത്തൊരു ബൊമ്മയെ മേടിക്കാൻ കഴിയില്ലാത്ത തന്നെ വലിയ കുരിശായത്. വേലിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തത് വെച്ചെന്ന് പറഞ്ഞാലോ. കെടി നിനക്ക് എത്ര കാശ് വേണം? പൈസ കാശ് പിടിച്ചേ, ഇത് പിടിച്ചേ, കാശ് എടുത്തോ. ആ പാമ്പിനെ തന്നെ. സോറി സാർ, ഈ ബൊമ്മ വിൽക്കാൻ കുറച്ച് ഓവർ ആക്ട് ചെയ്യേണ്ടി വന്നു. ആക്ടിങ് വെരി ഗുഡ്. നീ കളിക്കണ മോനെ. മോനെ നിന്നേലും വലിയ ആക്ടറാണ് ഞാൻ. 12 വർഷമായി ഞാൻ ഈ ചെറുപ്പ് തുടങ്ങിയിട്ട്. ഈ ബൊമ്മ ഇതിനേക്കാൾ വലിയ വിലക്ക് നിന്നെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കും. ഓക്കെ? Impossible, sir. Nothing is impossible, brother. Everything is possible. I will make it possible. You can try. Okay? Okay. Come on. എന്നെ നോക്കൂ. Sir. Yeah. ഈ ബൊമ്മ നല്ല ഭംഗിയുള്ളതല്ലേ? ആണെങ്കിൽ വാങ്ങിക്കൂ സാർ. ഇത് US നിന്ന് കൊണ്ടുവന്നതാ. എന്ത്? ഈ ലോക്കൽ മെയ്ഡ് ബൊമ്മ കാട്ടിട്ട് US മെയ്ഡാന്ന് പറഞ്ഞ് കളിപ്പിക്കാൻ ശ്രമിക്കാം? എടാ ശരി, നീ എന്ത് തോന്നിയാസൊക്കെ വിളിച്ച് പറയുന്നത്? ഒരു ജോലി ശരിയായെന്ന് വെച്ച് ഇത് US കൊണ്ടുവന്ന ബൊമ്മ തന്നെയാ. സത്യം. ഏയ്, ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിൽ താമസിക്കുന്ന എന്റെ അടുത്ത് എങ്ങാണ്ടെന്ന് കൊന്ന കച്ചറ ബൊമ്മ കട്ടിട്ട് അമേരിക്കൻ ബൊമ്മയാണെന്ന് കൊന്നുകളെ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എന്ത് പണി എന്നോട് കാണിക്കണേ? താൻ ഈ ബൊമ്മ മേടിക്കണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുത്തോളാം. എന്നാലും കാര്യമില്ല, അടിക്കൂടാ. നിർത്ത്. അതെ, തനിക്ക് ഈ ബൊമ്മ ഞാൻ തരുന്നില്ല. കാര്യം കഴിഞ്ഞല്ലോ. എന്തേ? ഞാൻ എപ്പോഴാ സാർ ജോയിൻ ചെയ്യേണ്ടത്? വളരെ സന്തോഷമുണ്ട് ചങ്ങാതി. ഞാൻ MD-യോട് സംസാരിച്ചിട്ട് നിന്നെ വിവരം അറിയിക്കാം. ആവശ്യമില്ല, തന്നെ ജോയിൻ ചെയ്തോളൂ. നടന്നൊക്കെ മോണിറ്റർ കാണുകയായിരുന്നു. നിങ്ങളെപ്പോൾ യുവാക്കളാണ് കമ്പനിക്ക് ആവശ്യം. സർ, യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സർ. യു ആർ ഡിസ്മിസ്. എന്തുകൊണ്ട് സാറേ? ഞാനെന്ത് തെറ്റേതേ? സെയിം മിസ്റ്റർ ആനന്ദം, കസ്റ്റമേഴ്സ് എല്ലാം ഒരുപോലെയല്ല. നിങ്ങൾ ശരിയായ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഈ ബൊമ്മ ഇയാൾക്ക് വിറ്റ് എന്നെ ക്യാബിൽ ഒന്ന് കാണും. ബൈ. ഓക്കെ സാർ. പാന്റ് കീറും. ഈ ബൊമ്മ കാരണം അവൻ കരപറ്റി, ഞാൻ വെള്ളത്തിലായി. നിന്നെ ഞാനൊരു ദിവസം വെക്കും കടി. അവന് തന്നെ. ഈ ഫോട്ടോയിലുള്ള നല്ല മിടിക്കാണല്ലോ. വലിയ നോക്കിയേ. പെണ്ണിന്റെ പ്രായക്കുറവാ. പെണ്ണിന്റെ വയസ്സ് ആണിന്റെ വയസ്സിനേക്കാൾ കുറവായിരിക്കില്ലേ വേണ്ടത്? എനക്കൊക്കെ എങ്കിൽ എനിക്കൊക്കെ. ആട്ടെ, ഈ പെണ്ണിന് നീ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തോ? എനിക്ക് പ്രായം കൂടി പോയി നമുക്ക് ഫീൽ ചെയ്തല്ലോ. വലിയേട്ടാ, ഈ പെണ്ണ് നമ്മുടെ ശിവയ്ക്കാ. വെറുതെ ഫോട്ടോ കാണിച്ചിട്ട് കൊതിപ്പിച്ചല്ലോ. ഒന്ന് ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? അളിയന് പറ്റിയതാ പൊളിച്ചെടുക്കൽ. എനിക്ക് മനസ്സിലായി. ഈ പ്രായത്തിൽ എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. നീ ഓക്കെ പറഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതെന്താ ഇത്രയും ഫോട്ടോസ്? സെർവന്റിന് ആവശ്യമുണ്ടെന്ന് പരസ്യം കൊടുത്തിരുന്നു. എന്താടാ ഒന്നും അറിയാത്ത പോലെ? പേരെ ചൊവ്വേ പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. സെർവന്റിനെ അല്ലടാ, വധുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത പരസ്യത്തിന് വന്ന ഫോട്ടോകളാ. ഫോട്ടോയും ബയോഡേറ്റൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്ന ഉദ്യോഗത്തിന്, അല്ലാണ്ട് കല്യാണത്തിനല്ല. തന്നെയല്ല എനിക്ക് ഫോട്ടോ നോക്കി സെലക്ട് ചെയ്യുന്ന ഏർപ്പാട് ഇഷ്ടമല്ല. എന്റെ ടേഷൻ ആണെങ്കിൽ പെണ്ണെ കാണുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ മതി. ഇതിൽ ഇഷ്ടവും ഇഷ്ടക്കേടും എന്താടാ? 10 ഫോട്ടോസ് കാണുമ്പോ അതിലൊന്ന് സെലക്ട് ചെയ്യുന്നു, അത്ര തന്നെ. അച്ഛൻ പറയുന്നത് കറക്റ്റാടാ. എന്ത് കറക്റ്റാമേ? എനിക്കൊരു അനീതി ഉണ്ടെങ്കിൽ അവളുടെ ഫോട്ടോ ഇതുപോലെ നാട്ടുകാരെ കാണിക്കുമ്പോ അമ്മയ്ക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലായിക്കോളൂ. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. നിന്റെ സിസ്റ്റമാണ് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. പാർവതി, നീ കാപ്പുണ്ടോ? അടുത്ത കുറിച്ച് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 500 രൂപ അടിച്ചു മാറ്റാൻ എന്താണ് ഒരു വഴി? അങ്കിൾ, ഗുഡ് മോർണിംഗ്. ശിവ എവിടെ? ശിവ, ഞാനെല്ലാം അറിയുന്നുണ്ട്. നീയും എന്റെ അളിനും കൂടെ ചേർന്ന് അവനെ ഈ രീതിയിലാക്കിയത്. ഞങ്ങളെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും അങ്കിൾ. ശരിക്കല്ലേ? ഈ ഫോട്ടോ നോക്ക്. കൊള്ളാലോ അങ്കിൾടാ. ഫോട്ടോ ശിവയ്ക്ക് വേണ്ടിയാ. ശിവ പെണ്ണിട്ടാ പോവാ? എന്താ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? അതിനാവുമ്പോ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടേ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറ, വേഗം കല്യാണം കഴിപ്പിച്ചുവിടാം. ആഹാ, ഇതുപോലൊരു തന്ത എനിക്കുണ്ടായിരുന്നെങ്കിൽ. വാട രാജഗിരി, നിനക്കൊന്ന് ഉപദേശിച്ച് അവനെ കല്യാണത്തിന് സമ്മതിപ്പിച്ചുവിടാ. സമ്മതിപ്പിക്കാൻ പക്ഷെ ഒരു 500 രൂപയുടെ ചെലവുണ്ട്. 500 തരാടാ. ഈ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എന്റെ അമ്മയുടെ എത്ര രൂപ മേടിച്ചു? 500. അത് നീ എങ്ങനെ അറിഞ്ഞു? എല്ലാം ഞാൻ അറിയണ്ട്. വീട്ടിൽ വെച്ച് അമ്മോട് ഞാൻ ഇതിനുള്ള മറുപടി പറഞ്ഞതാ. ഇനി തനിക്കൂടെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ കല്യാണത്തെ കുറിച്ച് നിനക്കുള്ള ഡ്രീംസ് ഉണ്ടോ? ഡ്രീംസോ? എടാ മോനെ, ഭാവി വധു ഐശ്വര്യ റായിയെ പോലെ ഇരിക്കണമെന്നുള്ള സ്വപ്നം. അങ്ങനെ ഒരു സ്വപ്നം എനിക്കില്ല. എടാ, ഓരോ ദിവസവും നമ്മൾ എത്രയോ പെൺകുട്ടികളെ കാണുന്നു. അവരിൽ ആരെങ്കിലും കണ്ടിട്ട് ഇവൾ എത്ര സുന്ദരിയാണ്, ഇവൾ എന്റെ ഭാര്യയായി വന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ, അങ്ങനെ ഒരു തോന്നൽ നിനക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എനിക്കുണ്ടെങ്കിൽ അത് നിങ്ങളോടല്ലേ ആദ്യം പറയാം. സാബു, തീർന്നിരിക്കാൻ വാങ്ങിക്കാൻ ആള് പോയിട്ടുണ്ട്. എന്റെ അടുത്ത് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ.
ഓരോ ദിവസവും നമ്മൾ എത്രയോ പെൺകുട്ടികളെ കാണുന്നു. അവരാരെങ്കിലും കണ്ടിട്ട് ഇവളെത്ര സുന്ദരിയാണ്, ഇവളെന്റെ ഭാര്യയായി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങനെ ഒരു തോന്നൽ നിനക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബ്രഷ് എടുത്ത് വരച്ചു കൊടുക്കും. ഇന്നാ ഈ കാശ് വെച്ചോ. തിടുക്കത്തി പോന്നേ, ഇത് നിങ്ങൾക്കുള്ളതല്ല. പുറത്തു പോയൊരു ഒന്നും പറയണ്ട. 2 പാക്കറ്റ് സ്വീറ്റ്സും 1 മുഴം മാലയും. ഓക്കേ? സ്വീറ്റ്സ് പൂവൊക്കെ എന്തിനാ? അമ്പോ കള്ളി, എനിക്കെല്ലാം അറിയാം. നടക്കാതിരുന്ന നമ്മുടെ ആദ്യരാത്രി നടത്താനും പിന്നൊരു കുഞ്ഞിക്കാല് കാണാനും അല്ലേ? ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഉദ്യോഗം കിട്ടുന്നവരെ നിങ്ങൾ പിള്ളേരെ പറ്റി ചിന്തിക്കണ്ടെന്ന്. അതങ്ങ് മറന്നേക്ക്. അപ്പൊ എന്റെ കാര്യം പോക്കാണ്. പുറത്തു പോയൊരു പൂമാല മേടിച്ചോണ്ട് വാ. മാലയോ? എന്തിന്? ഇന്നെന്റെ അച്ഛൻ റിട്ടയർഡ് ആവാണ്. അച്ഛനെ നയിക്കാനാ. ആ കിളവൻ റിട്ടയർഡ് ആയ സ്ഥിതിക്ക് ആ പോസ്റ്റിലേക്ക് ഞാനൊന്ന് ട്രൈ ചെയ്താലോ? നടക്കാത്ത കാര്യം പറയണ്ട. അങ്ങനെയെങ്കിലും അച്ഛന്റെ അമ്മയുടെ അകൽച്ചൊന്ന് തീർക്കാന്ന് വിചാരിച്ചതാ. അതിനെങ്ങനെ സമ്മതിക്കില്ലാന്ന് വെച്ചാ? ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞ് പോയി വാങ്ങിട്ട് വാ. അതെ, വലിയ മാല തന്നെ വാങ്ങിക്കോ. എന്നാണോ ആ കിളവന്റെ ഫോട്ടോയിൽ ഒരു മാല ഇടാൻ പറ്റും? എന്ത് നീളമുള്ള മാല! ഡെഡ് ബോഡിക്ക് എന്തിനാ ഈ മാല? ഈ ഡെഡ് ബോഡിയിലെ മാല പോരെ ആ ബോഡിക്ക്? ആഹാ, ബ്യൂട്ടിഫുൾ ഐഡിയ. അയ്യോ ഇന്നലെ കൂടി എന്റെ കൂടെ ഇരുന്ന് വീടി വരച്ച ഈ ബാബന്റെ കാറ്റ് എപ്പ പോയി? നേരം വെളുക്കുന്നവരെ ഷക്കീലെ പടം കണ്ടോണ്ടിരുന്നു. താങ്ങാൻ പറ്റില്ല, രാവിലെ ആള് തട്ടിപ്പോയി. അയ്യോ, ഇത്രയും മഹാനായ മനുഷ്യൻ, അതും ഷക്കീലയുടെ ആരാധകന്റെ ബോഡി ഇത്ര സിമ്പിൾ ആയിട്ടാണോ കൊണ്ടുവന്നത്? ഒരു കൊട്ടില്ല, ഒരു പാട്ടില്ല. ഏടോ, ഈ മഹാന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് കൊട്ടി പാടിപ്പോകാം. കൊട്ടടോ! ഒന്ന് മാറി. ഡെഡ് ബോഡിക്ക് എന്തിനാ മാല? 6 അടി മണ്ണ് പോരെ? കിട്ടി. ഡാർലിംഗ്, മാല റെഡി. 100 രൂപയ്ക്ക് ഇത്രയും വലിയ മാലയോ? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഞാൻ വിചാരിച്ചാൽ പലതും നടക്കും, പക്ഷെ ഫസ്റ്റ് നൈറ്റ് മാത്രം നടന്നിട്ടില്ല. ഇതിന്റെ അകത്ത് ഇങ്ങനെ 1 രൂപ തൊട്ട്? അതൊരു പുതിയ സ്റ്റൈലാണ്. അതായത് ഒരു മാല വാങ്ങിക്കുമ്പോ അതിനകത്ത് 1 രൂപ നാണയം കുത്തിക്കയറ്റി വെച്ചാൽ ഒരു ഐശ്വര്യമായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് മാല ഇട്ടിട്ട് വന്നിട്ട് പറയാം. എടി രാധേ, നീ എപ്പോഴും പറയാറില്ലേ നിന്റെ ഭർത്താവ് യാതൊരു പിടിപ്പില്ലാത്തവനാണെന്ന്? ആ ശവത്തിന്റെ മുമ്പിൽ അങ്ങേരുന്ന് എത്ര ഭംഗിയായിട്ട് ഡാൻസ്. ശവത്തിന്റെ മുന്നിൽ ഡാൻസോ? ആ, എന്നിട്ട് ആ ശവത്തിന്റെ മുകളിൽ കിടന്ന് മാല എടുത്തോണ്ട കക്ഷി പോകുന്നത്. എല്ലാം കുളവാക്കിയപ്പോ സമാധാനമായല്ലോ. അതല്ല, എന്നായാലും നിന്റെ അച്ഛൻ പടി ആകുമല്ലോ. അപ്പൊ ഇടണ്ട മാല ഞാൻ എനിക്കിനി മരിച്ചാ മതിയേ. ആ, ഇവനെ എഴുതി കൊടുത്തു വിട്ട സാധനേ അവള് തിരിച്ചു കൊടുത്തു വിട്ടതായിരിക്കും. ശിവന് ലൈനാടാ. എന്താണ് കാര്യം പറയണ? ബസ്സിലൊരു പെണ്ണ്.
എന്റെ അമ്മോ ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല. എടാ നീ എടുത്തിട്ടില്ല. ഇല്ലാത്തത് എങ്ങനെ എടുക്കാനാ? ഇറങ്ങടാ. നമ്പർ അവിടെ പറഞ്ഞാൽ മതി. നിനക്കുണ്ടോടാ ലൈസൻസ്? Respected Constable sir, I am suffering from fever. I can't attend the classes. Kindly grant me a leave today. Yours obediently, Rajagiri Shiva. Yeah. വലിയ പഠിപ്പുള്ള ആൾക്കാരാണല്ലോ. I am gold medal. വളരെ അത്യാവശ്യത്തോടെ പോവാണല്ലേ? നിങ്ങളെ ഞാനായിട്ട് നിർത്തിച്ചതല്ല. പിന്നെന്തിനാ ഞങ്ങൾ നിർത്തിച്ചത്? ഞാനാ നിർത്തിച്ചേ. ഇയാളോ? അതെ, ഇത് വെച്ചോ. എന്തോന്ന് ഇത്? വേറൊന്നല്ല, ബൊമ്മ നിനക്ക് വിൽക്കാൻ കൊണ്ടുവന്നത്. എന്താടോ ഇത്? തനിക്ക് സ്ഥലകാല ബോധമൊന്നുമില്ലേ? അതൊന്നും എനിക്കറിയണ്ട. ഈ ബൊമ്മ നിനക്ക് തന്നെ ഞാൻ തരും. തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. താൻ ആളെ വിട്. മോനെ ദിനേശ, എനിക്കുണ്ട് തിരക്ക്. ഇത് നിനക്ക് വിറ്റിട്ട് വേണം എനിക്ക് തിരിച്ച് ജോലി കയറാൻ. കന്നാലി വെറുതെ കൊടുക്കാൻ പറ്റരുത്. ഇടഞ്ഞു കഴിഞ്ഞാൽ മഹാ ചെക്കിങ്ങൻ. എന്റെ സ്വഭാവം അറിയില്ല. അടുക്കരുത്, അടുക്കരുത്. ഇവൻ ആരുടെ? താൻ എന്തിട്ട് എന്നെ തല്ല പറഞ്ഞേ? എന്റെ പേര് ആനന്ദം. എനിക്കിവിടെ ആനന്ദമില്ല. ഈ ശവി ആരുടെ ജോലി പോയി. എടാ, ഈ ബൊമ്മയെ നോക്കിക്കൊണ്ടിരുന്ന ആ ബൊമ്മ നമ്മുടെ കയ്യിൽ പോകും. പ്ലീസ് വാങ്ങി സാർ. ഇതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലടാ. എന്റെ ബൊമ്മ. One right. എടാ പ്രസാദേ, ആ പെണ്ണവിടെ? ഈ ബിൽഡിംഗിലേക്ക് കയറിപ്പോടാ. ഈ ബിൽഡിംഗ് മുഴുവൻ കണ്ണാടിയാണല്ലോ, ഗേറ്റ് ഒന്നും ഇല്ലേ? ആ താഴത്തൊരു ഗേറ്റ് ഉണ്ട്. എടാ നിങ്ങൾ വരാൻ വൈകിട്ടോണ്ടല്ലേ അവള് മിസ്സായത്. ആ ഒന്നും പറയണ്ട, ഇടയ്ക്കൊരു കുരിശ് വന്നിയാടി. നമുക്ക് നഗത്തേറി നോക്കിയാലോ? എങ്ങനെ നോക്കാൻ? ആ ബിൽഡിങ്ങിനകത്ത് ഒരു 40 ഓഫീസെങ്കിലും കാണും. പിന്നെ എങ്ങനെ നോക്കാനാണ്? എടാ നീ വെറുതെ ടെൻഷൻ ആവണ്ട. അവള് കയറുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വന്നിറങ്ങുന്ന ഈ ബിൽഡിംഗിന് മുമ്പിൽ. ഇനി ഞങ്ങൾക്ക് വിട്ടുകടാ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ നാളെ പറഞ്ഞുതരാം. നിന്റെ ഫസ്റ്റ് ലവ് എങ്ങനെ തിരുന്ന് കാണാലോ. എടാ നീ ഹാപ്പി ആയിട്ടിരിക്കും. ഞങ്ങളില്ലേ കൂടെ, ഞങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ കണ്ടുപിടിക്കില്ലടാ. ഇടയ്ക്ക് നിങ്ങളും പോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഈ റോഡിലേക്ക് ഒന്ന് കറങ്ങിയടിച്ച് നോക്കട്ടെ. ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് വല്ല ഗുണമുണ്ടോ? എന്നെ കൊണ്ട് എനിക്ക് പോലും ഗുണമില്ല. ഈ കിണത്തിപ്പെട്ട ഏതെങ്കിലും ഒത്തു കിട്ടിയ വല്ല ഗുണം ഉണ്ടാവും. എന്റെ പെങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കൂ. എടാ വണ്ടി എടുക്കണം, അല്ലെങ്കിൽ പീഡന കേസാവും. ഗുഡ് മോർണിംഗ് ശിവ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാട്ട് ഹാപ്പൻഡ് ശിവ? എന്തു പറ്റി? ഐ ആം സോറി. പെട്ടെന്ന് വന്നപ്പോ കണ്ടില്ല. സോറി. സോറി. ഐ ആം സോറി. ഐ ആം റിയലി സോറി. വെരി സോറി. വെരി വെരി സോറി. ഐ ആം സോറി. എനിക്ക് എന്തിനാ സാർ ഇത്ര അധികം സോറി? ഐ എം സോറി. കിനാവിൽ വന്നു നീ ദേവി, കിനാവിൽ വന്നു നീ, 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 കിനാവിൽ വന്നു നീ. എൻ പ്രിയ സഖി നിൻ ചഞ്ചലമിഴികളിൽ അഴകല വഴിയുമൊരഞ്ജനമെഴുതാം. കിനാവിൽ വന്നു നീ, കിനാവിൽ വന്നു നീ, കിനാവിൽ വന്നു നീ, കിനാവിൽ വന്നു നീ.
ഏതോ ലോലവികാരം കരളിൽ പൂവിടർത്തുന്നു. രാഗം തേടും പല്ലവിയായനുരാഗം മൂളും യൗവന വീണയിൽ ആദിമനാദ തരംഗിണി പോൽ നീ ഒഴുകി വരൂ. ഇളമഞ്ഞിൻ കുളിരല പോലെ മഴവില്ലിൻ ചാരുത പോലെ ഒരു നാളിൽ നിന്നെ കാണേ ഞാൻ എന്നെ മറന്നേ പോയി മറന്നേ പോയി മറന്നേ പോയി മറന്നേ പോയി. കിനാവിൽ വന്നു നീ കിനാവിൽ വന്നു നീ കിനാവിൽ വന്നു നീ ദേവി കിനാവിൽ വന്നു നീ കിനാവിൽ വന്നു നീ കിനാവിൽ വന്നു നീ. മനസ്സിൻ കാതിലെന്നെ പേര് ചൊല്ലി വിളിക്കും പോലെ ഏതോ ലോലവികാരം കരളിൽ പൂവിടർത്തുന്നു. മോഹം കൊള്ളും ചേതനയിൽ ശുഭയോഗം ചേരും സംഗമനേരം ജീവിതഗാന സുധാബുധിയിൽ ഇനി നാമലിയാം. ഇളമഞ്ഞിൻ കുളിരല പോലെ മഴവില്ലിൻ ചാരുത പോലെ ഒരു നാളിൽ നിന്നെ കാണേ ഞാൻ എന്നെ മറന്നേ പോയി മറന്നേ പോയി മറന്നേ പോയി മറന്നേ പോയി. കിനാവിൽ വന്നു നീ കിനാവിൽ വന്നു നീ കിനാവിൽ വന്നു നീ ആ കിനാവിൽ വന്നു നീ കിനാവിൽ വന്നു നീ കിനാവിൽ വന്നു നീ. എൻ പ്രിയ സഖി നിൻ ചഞ്ചലമിഴികളിൽ അഴകല വഴിയും ഒരഞ്ജനമെഴുതാം. കിനാവിൽ വന്നു നീ ദേവി കിനാവിൽ വന്നു നീ. ഈ പെൺകുട്ടി മിടിക്കുകയാണല്ലേ. അപ്പൊ നിനക്കും അവളെ ഇഷ്ടമായെന്ന് പറ. ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടായോ? അവനല്ലേ ഇഷ്ടാവേണ്ടത്. അവനോടൊരു വാക്ക് ചോദിക്കേ. അവനോട് ചോദിച്ചു വെറുതെ സമയം കളയണ്ട. അവന് കല്യാണപ്രായം ആയോന്ന് തന്നെ അവന് സംശയമാ. പിന്നല്ലേ പെണ്ണിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആ ശരി, നീ വേറെ റെഡിയാവും, നമുക്കിറങ്ങാം. നമ്മൾ അവിടെ പോകുന്നത് പെണ്ണ് കാണാൻ മാത്രമല്ല, പറ്റിയാൽ നിശ്ചയം കൂടി നടത്താനാ. നിശ്ചയത്തിനോ? അതെ. ആ അതാ കാരണവർ വരുന്നുണ്ട്. നിശ്ചയത്തിന് വരുന്നുണ്ടെന്ന് ചോദിക്കും. വല്ലേട്ടാ, ഇന്ന് ഞങ്ങള്. നീ എന്തിനാടി മടിക്കുന്നേ? അളിയാ, ഞങ്ങൾ കല്യാണ നിശ്ചയത്തിന് പോവാ. അളിയൻ വരുന്നുണ്ടോ? മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്നേനെ ഞാൻ. നിശ്ചയം നടത്തുന്നത് അവന് വേണ്ടിയ വല്ലേട്ടാ. വീണ്ടും എന്നെ കൊതിപ്പിച്ചില്ല ഗുരുവായൂരപ്പ. വിട്ടെ. എന്താ ചെയ്തൊക്കെ? സിനിമയ്ക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, നീ വേഗം റെഡിയാവെന്ന് പറയുന്ന പോലെ ഈസി ആണോ ഇത്? ഈ പെണ്ണിന് എനിക്കൂടെ ഇഷ്ടമുണ്ടേ. നിനക്ക് ഇഷ്ടപ്പെട്ടോന്നില്ല, നീ കാണണ്ട. നിനക്കൊരു റിസ്കും ഇല്ല. ഇതൊരു റെഡിമെയ്ഡ് കല്യാണം. ഇങ്ങനെ ഒരു കല്യാണം നിന്റെ ഭാഗ്യമാന്ന് ഓർക്കണം. എന്ത് ഭാഗ്യം? നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ കെട്ടുന്നതാണോ ഭാഗ്യം? നിന്റെ അമ്മ കൂടി എന്റെ അച്ഛൻ സെലക്ട് ചെയ്ത പെണ്ണാ. ഇപ്പോഴും ഞങ്ങൾ സന്തുഷ്ടരല്ലേ? അപ്പോഴത്തെ ഇപ്പോഴത്തെ കാലം തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഒരു കാര്യം പറയാൻ, ഞാൻ 3 പേര് കൂടി ഒരു വഴിക്ക് പോയാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാ അളിയൻ കൂടി വരാൻ പറഞ്ഞത്. എന്ന് വെച്ച് അവിടെ വന്ന് അനാവശ്യങ്ങളൊന്നും വിളമ്പിക്കരുത്. ഓ, എണ്ണം തയ്ക്കാൻ വേണ്ടി എന്നെ ഉൾപ്പെടുത്തിയതാ. ഇതാണ് എന്റെ ഭാവി മരുമകൾ. വേഗം പുറപ്പെടാ. പേരിന് മാത്രം ഞാനൊരു അളിയൻ. എന്റെ അഭിപ്രായത്തിന് യാതൊരു വിലയില്ല ഇവിടെ. ഇത് എന്ത് ചെയ്യാനാടാ? നിന്റെ അച്ഛന്റെ കാര്യം അറിഞ്ഞൂടെ? നീ വേഗം റെഡിയാവാൻ നോക്ക്. ആ വരുന്നു. ഈ പെണ്ണ് കാണാൻ എനിക്ക് താല്പര്യമില്ല. നീ ബസ് സ്റ്റാൻഡിൽ പോയി എത്രയോ പെണ്ണുങ്ങളെ സൈറ്റ് അടിക്കുന്നു. ഇവിടെ ഒരു അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് പരസ്യമായി സൈറ്റ് അടിച്ചിട്ട് പെണ്ണിനെ ഇഷ്ടമല്ലെന്ന് പറ. ഇവിടെ നിന്റെ അച്ഛൻ ഷൈൻ ചെയ്യുമ്പോൾ അവിടെ നിന്റെ അമ്മാവ് ഷൈൻ ചെയ്യും. കമാൻ. എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? ഇങ്ങനെയാണോ കല്യാണാലോചന? ആദ്യം പെണ്ണും ചെറുക്കനും തമ്മിൽ കാണണം, അവർ തമ്മിൽ ഇഷ്ടപ്പെടണം, അത് കഴിഞ്ഞിട്ടാണ് വിവാഹ നിശ്ചയം. അതാണോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്? അത് തന്നെ നടക്കുന്നത്. ഒന്നും മിണ്ടായിരിക്കെ സാർ, ഒന്നും വിചാരിക്കരുത്. എന്റെ ആളിനൊരു അല്പ വായാടിയാ. അങ്ങേര് പറഞ്ഞതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പെണ്ണുകാണ ചടങ്ങിന് മുമ്പായിട്ട് എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് എന്റെ ഇന്നലകളെ കുറിച്ച്. അണ്ണാ, എന്തിനാ ഇതൊക്കെ? വേണവടാ. കേട്ടോ രാമദാസ് സാറേ, ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് പഠിച്ച് ഉദ്യോഗമൊന്നും നേടാൻ വേണ്ടിയല്ലായിരുന്നു. എനിക്കിത്തിരി ഗുണ്ടായിസം റൗഡിസം ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ നാട്ടുകാര് എന്നെ ഓടിച്ചു വിട്ടതാ. എന്നാല് ഈ നാട്ടിൽ വന്നതിൽ പിന്നെ ആ റൗഡിസം തന്നെ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി. അപ്പോ മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, കത്തി മണികണ്ഠൻ എന്ന് പറയണം. എന്നെങ്കിലും ഒരു ദിവസം എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ ആരുണ്ടെന്ന് ചിന്തിച്ചപ്പോ അന്ന് നിർത്തി. ആയുധങ്ങളെല്ലാം ഞാൻ താഴെയിട്ടു. റൗഡിസവും വേണ്ടെന്ന് വെച്ചു.
നമ്മുടെ നാട്ടിൽ റൗഡിക്ക് മഹാനാകുക എന്ന് വെച്ചാൽ വളരെ ഈസിയാണല്ലോ. ഒരു കൂൾ ഡ്രിങ്ക്സ് കമ്പനി തുടങ്ങിയ ഞാൻ ഇന്ന് ഈ കാണുന്നൊക്കെ ഉണ്ടാക്കി. കേട്ടില്ലേ മോനെ, ഇയാൾ ഒരു അധോലോകവാ. ഇത് തന്നെയാണ് ചാൻസ്. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അച്ഛാ നീ ഉണ്ടാതിരി. മണികണ്ഠ സാറേ, ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങളെപ്പോലെ ഇന്നകളെ കുറിച്ച് പറയില്ലായിരുന്നു. ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളെ പറ്റി പറയണമെങ്കിൽ അതിന് വലിയൊരു മനസ്സുണ്ടാവണം. അച്ഛാ എന്റെ മോന് വലിയ തിടുക്കമാ. ഒന്ന് മോളെ വിളിക്ക്. സത്യ, ഈ കാലത്ത് പെൺകുട്ടികളോട് മോഡേൺ ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും. അതേസമയം സാരി ഉടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ മണിക്കൂറുകൾ തന്നെ അതിന് വേണ്ടി വരും. മോളെ സത്യ. ഈ ശിവ, പെണ്ണ് വരുന്നു, കണ്ടു. ഇവിടെ ഇരിയടാ. വെറുതെ ആണുങ്ങളുടെ വില കളയല്ലേ. ഏതാണ്ട് 10 വർഷമായി മോള് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുക. എന്താടാ, പെണ്ണിനെ ഇഷ്ടായോ? നീ എന്താ അവനോട് ചോദിക്കുന്നേ? പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പഠിപ്പുണ്ട്, സംസ്കാരമുണ്ട്. ഇതിലും കൂടി ദേവനോട് കിട്ടും. അയ്യോ, അങ്ങനെ പറയരുത്. നാളെ ഒരിക്കൽ ഒന്നിച്ചു കുടുംബജീവിതം നയിക്കേണ്ടത് ഇവരാ. നിങ്ങളുടെ പയ്യന് എന്റെ മോളെ ഇഷ്ടമായി. എന്റെ മോൾക്ക് നിങ്ങളുടെ പയ്യനെ ഇഷ്ടമാകണ്ടേ? എടാ ശിവ, ഇത് തന്നെയാണ് അവസരം. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഈ വെട്ടിത്തന്നും കൂടെ പറ. എനിക്കിഷ്ടായി. എനിക്ക് ശരിക്കും ഇഷ്ടായി. ഇക്കാലത്ത് ഒരുത്തനും വിശ്വസിക്കാൻ പറ്റൂല. സത്യ, പയ്യനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ മോളെ? ഇഷ്ടായി അച്ഛാ. അച്ഛാ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടല്ലോ, അവർ രണ്ടുപേരോടും ഞാൻ അഭിപ്രായം ചോദിച്ചത് ഒരുപക്ഷെ നിങ്ങളോടുള്ള ഭയം കൊണ്ടോ പറ്റോ നിങ്ങളുടെ പയ്യൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതാണെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്റെ മകൾ അത് അനുഭവിക്കേണ്ടി വരും. എന്റെ മോളുടെ കണ്ണീര് കാണേണ്ടി വന്നാൽ എനിക്കത് സഹിക്കില്ല. അവളെ വേദനിപ്പിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. എന്താ ഇത് എന്ത് ചായയാണ്? താജ്മഹൽ ടീയാ. ഞാൻ ചോദിച്ചു സ്ട്രോങ് ചായല്ലേ? ഇതുപോലെ പട്ടിക്കും കൊടുക്കണം. അതുകൊണ്ടല്ലേ നിങ്ങക്ക് തന്നത്. ഇവന് ഈയിടെയായിട്ട് ഇച്ചിരി ഓവർ ആകുന്നുണ്ട്. ഇവനിക്ക് ചെറിയ പണി കൊടുക്കണം. ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. സാബ് പൈസ വെച്ചോ? ഏയ്, അതൊന്നല്ലടാ. നിന്റെ പെണ്ണിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പോയ ഇവന്റെ പെണ്ണിനെ കൊണ്ട് സിനിമയ്ക്ക് പോയിരിക്കുന്നു. ടിക്കറ്റ് വരെ ഇവൻ അവളെ കൊണ്ട് അടുപ്പിച്ചത്. പോടാ. ആ പെണ്ണിന്റെ പേര് സത്യ, ഏജ് 21, മേടൻ രാശി, അശ്വതി നക്ഷത്രം. അച്ഛൻ കത്തിമണികണ്ഠൻ, അമ്മ ലക്ഷ്മി, സഹോദരി നിർമ്മല. ഹൗസ് നമ്പർ 21, റോഡ് നമ്പർ 12, വെസ്റ്റ് ഹിൽ. പിൻകോഡ് അറിഞ്ഞില്ലേ? 500034. അല്ലടാ, ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് അറിയാൻ എന്നോട് പറഞ്ഞിട്ട് നീ എന്നെ ഓവർടേക്ക് ചെയ്തു പോയോ? എന്തായാലും എന്റെ ഭാവി വധുവല്ലടാ. അതേടാ, എന്റെ സ്വപ്നത്തിലെ വധു. നനച്ചിരിക്കാതെ ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞു ഇന്നലെ. വെരി ഗുഡ്. എന്റെ ലൈഫിൽ തന്തപ്പടി ചെയ്ത ആദ്യത്തെ ഒരു നല്ല കാര്യം. ഏതായാലും പ്രേമിച്ച പെണ്ണതിനെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം നമ്മുടെ ഗിരി കഴിഞ്ഞ പിന്നെ ഇവനാ. ശരിയല്ലേ? എന്തിനാടാ ശവത്തി കുത്തുന്നത്? നിന്റെ കാര്യമല്ല, ഇവിടെ എന്റെ കാര്യം കഷ്ടം. എന്തുപറ്റിടാ? എന്റെ അച്ഛൻ പറയുന്നത് തല നിവർത്തി നോക്കാത്ത പെണ്ണിനെ വേണം ഞാൻ കെട്ടാനെന്ന്. മോനെ പ്രസാദെ, വിഷമിക്കണ്ട. നിനക്ക് പറ്റിയൊരാളെ കിട്ടിയിട്ടുണ്ട്. ആ കാണുന്ന ആളെ നിനക്ക് കറക്റ്റ് മാച്ച് ആയിരിക്കും. തലേ ദിവസം പിടിച്ച തല ഇതുവരെ നിവർത്തിയിട്ടേ ഇല്ല. പേപ്പർ ബില്ലിന്റെ ഓർഡറാടാ. എന്റെ അമ്മോ, വരുന്ന സത്യ. അവള് സുന്ദരിയാണല്ലോ. നീ പോയി സംസാരിക്കും. ആറ്റൻ ചാൻസാ. ചെന്ന് കെട്ടിയിടാം വേഗം. നീ പോയി സംസാരിക്കും. എന്താണ് ഇത്? നീ എന്താ സംസാരിക്കായിരുന്നത്? എടാ, കല്യാണത്തിന് ഇനി 30 ദിവസമുണ്ട്. അതിനുമ്പ് അവളുടെ ടേസ്റ്റും പ്രിഫറൻസ് ഒക്കെ ഞാനൊന്ന് അറിയട്ടെ. എന്നിട്ട് സൗകര്യം പോലെ നമുക്ക് സംസാരിക്കാലോ. നീ അവളെ പ്രേമിച്ചോ? പ്രേമിച്ചവളെ തന്നെ കെട്ടിക്കോ. പാർട്ടി എപ്പോഴാ വെക്കുന്നത്? ഇന്ന് തന്നെ. താജിലാണോ വൈറ്റ് ഫോർട്ടിലാണോ? അത് എന്റെ വീട്ടിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ. നിശ്ചയമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി കല്യാണത്തിന് വലിയ പാർട്ടി വെക്കാം. പാർട്ടി എപ്പോഴായാലും നിന്റെ വീട്ടിൽ എവിടെയാടാ വെച്ചത്? ഇവിടെ തന്നെ വെച്ചതാ. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെ? ഞാനിത് നിന്നെ ഏൽപ്പിച്ചതാ എനിക്ക് പറ്റിയ തെറ്റ്. ഈ പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വെഡിങ് കാർഡേ വേണ്ടെന്നങ്ങ് വെച്ചാൽ മതിയായിരുന്നു. സകല കാര്യങ്ങളിലും കെയർലെസ്നെസ്.
ഏത് എവിടെ വയ്ക്കണമെന്ന് എത്ര തവണ നിന്റെ മകന് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ കണ്ടുപിടിച്ച് തന്നാ പോരെ. ശരി. എടാ എന്താ ഇതൊക്കെ? എവിടെയാ വെച്ചത്? ഇവിടെ തന്നെയാമേ, എനിക്ക് ഉറപ്പാ. അച്ഛൻ പറഞ്ഞ പോലെ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് തന്നെ വയ്ക്കാൻ പോയാലേ ഇതൊരു മ്യൂസിയം മാറും. പറഞ്ഞു നിൽക്കാൻ നിനക്ക് ഓരോ മറുപടി കാണുമല്ലോ. അമ്മ പോയി ഒരു ചായ എടുത്തോണ്ടോ. എന്താടാ? നീ എവിടെയാ? നോക്കിയിരുന്ന മതി. കഴിക്കാൻ വല്ല ഓർഡർ ഇഷ്ട? നിന്നെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതേ നിന്റെ ലവറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ടാ. ഓർഡർ ചെയ്യടാ. വിശക്കുന്നോ? ശരിക്കും ഉണ്ടോ? പ്രേമിച്ചു നോക്ക്, അപ്പം മാറും. പ്രേമത്തെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കുക. പ്രേമത്തിന്റെ കാര്യത്തിലേ ഞാൻ നിന്നേക്കാളും സീനിയറാ. ഒരു ദിവസം 6 പേരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പ്രേമിക്കുന്നവരെ ഞാൻ അറിയാലോ. ഈ പ്രേമ എന്നതേ ഒരു ക്ഷേത്രം കണക്കാ. ഞാൻ അവിടെ പോകുന്നത് പൂജിക്കാനാ, നീ പോകുന്നത് പ്രസാദത്തിന്. അതുകൊണ്ടാ നിന്റെ അച്ഛൻ നിനക്ക് പ്രസാദം തന്നെ പേര്. ശരി. കോഫി വളരെ നന്നായിട്ടുണ്ട്. ബെറർ, താങ്ക് യു സോ മച്ച്. വെൽക്കം മാം. അയാളോട് എന്തിനാ താങ്ക്സ് പറയുന്നത്? കോഫി മോശമായ ചീത്ത പറയും. നന്നാവുമ്പോ ഒരു താങ്ക്സ് പറയുന്നതിൽ എന്താ തെറ്റ്? അധികം എന്തിന്? അറിയാതെ ഒന്ന് ടച്ച് ചെയ്താൽ കൂടി നമ്മൾ സോറി പറയും. പണിക്കാരോട് വരെ നമ്മൾ പല സന്ദർഭങ്ങളിലായി സോറി പറയാറില്ലേ? ഫ്രണ്ട്സിനോടും പാരന്റ്സിനോടും മാത്രമല്ല, നമ്മൾ സെർവന്റ്സിനോട് വരെ താങ്ക്സ് പറയാൻ ശീലിക്കണം. ഞാൻ പറയും. ചായ. താങ്ക്സ് അബു. കൂടി ഇരിക്കട്ടെ. മെയിൻ താങ്ക്സ് ഡാ. ഇവൻ എന്താ റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ താങ്ക്സ് താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്? 2 ദിവസമായി മോനെ ഇവന്റെ സോറി സഹിച്ചോണ്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതുകൊണ്ട് പരിഹാരം. സോറിടാ. പിന്നെ സോറി. ഇവൻ എന്താ പറ്റിയത്? സോറിടാ. പിന്നെ കൊടുക്കത്തെ സോറി. എടാ, വേലക്കാരോട് വരെ നല്ല മാനേഴ്സ് കീപ്പ് ചെയ്ത് സംസാരിക്കുന്നവളെ ഭാര്യയെ കിട്ടാൻ പോകുന്നതിൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാ. അവളൊരു താങ്ക്സ് പറഞ്ഞാൽ നിനക്ക് ഇത്രയധികം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യ രാത്രിയിലെങ്ങനെ നീ അറിയാതെ അവളുടെ ദേഹത്ത് തട്ടിയ പിന്നെ നീ സോറി പറഞ്ഞ് എന്റെ ഈശ്വര ഫസ്റ്റ് നൈറ്റ് കൊളവാക്കി കളയുള്ളോടാ പൊന്നു മോനെ. എന്താ അടി? ഉറക്കത്തിൽ അറിയാതെ കാല് വെച്ച് പോയതാ. നീ കൈ വെക്കണ്ട, കിടന്നോ. പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പോഴും ഉറക്കത്തിൽ തന്നെ സംഭവിച്ചാന്നേ. നീ കിടന്നോ. അങ്ങനെയാണോ? ആളവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മള്? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? ആളില്ലാത്തോടത്ത് പോയി നമ്മൾ അന്വേഷിക്കും. നീ വാ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ? എടാ, ആ പെണ്ണെന്നെ ശ്രദ്ധിക്കുന്നുണ്ടാ? ആ പെണ്ണിന് കോങ്കണ്ണായിരിക്കും. ദൈവമേ, എവിടെ ചെന്നാലും ഇതേ പ്രോബ്ലമാ. എനിക്കെന്താ എത്ര പ്രത്യേകത? എനിക്കെന്നെ മനസ്സിലാകുന്നില്ല. അതിന് നിന്റെ തലയ്ക്കകത്തെന്തെങ്കിലും വേണ്ടേ? 10 മിനിറ്റിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഹലോ, ഹായ് രാധ. ഞാൻ മേഘനയാ സംസാരിക്കുന്നത്. ഹായ് മേഘന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നിന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഓഫീസിലുണ്ട്. അങ്ങേക്ക് അവിടെ എന്താ പണി? എന്തോ ഞാൻ എങ്ങനെ അറിയാനാ? നിനക്ക് സംസാരിക്കണോ? ഫോണൊന്ന് അങ്ങേർക്ക് കൊടുക്ക. ശരി. നീ ആള് കൊള്ളാലോടാ. ഫേസ് വാല്യൂ. ഇനി നിനക്ക് ഇതിന്റെ പണി നോക്കാം, ഞാൻ എന്റെ പണി നോക്കട്ടെ. ഹായ്. എന്റെ ഫ്രണ്ടിന് നിങ്ങളോട് എന്താ സംസാരിക്കണമെന്ന്. ഇങ്ങനെ ഒരു സുന്ദരക്കുട്ടൻ ഇവിടെ വന്നു വരും അപ്പൊ തന്നെ ഫ്രണ്ടിനോട് വിളിച്ചു പറഞ്ഞു അല്ലേ? നേരത്തെ പറഞ്ഞിരുന്നു. അവൾ എന്നെ അറിയോ? നന്നായിട്ട് അറിയാം അവൾക്ക് നിങ്ങളെ കുറിച്ച്. ആണോ? ഹായ് ഡാർലിംഗ്, ഹൗ ആർ യു? ഫൈൻ. ഹായ് എന്ന് പറഞ്ഞപ്പോഴേ അവിടെ ഫൈനായോ? ആ ഫൈനല്ല, എനിക്ക് സുഖമാണെന്ന്. അച്ഛാ, അല്ല നമുക്ക് എപ്പോ കണ്ടുമുട്ടാൻ പറ്റും? ഹോളിഡേയ്സിൽ വേണോ അതോ വർക്കിംഗ് ഡേയ്സിൽ വേണോ? എനി ടൈം. ഞാൻ പിന്നെ എല്ലാ ദിവസവും ഫ്രീ ആണ് പിക്കപ്പിന്. ആട്ടെ, നിന്നെ കാണാൻ എങ്ങനെയുണ്ട്? കാജൽ, ശില്പ ഷെട്ടി, അതോ സൊണാലി ബന്ദ്രയോ? ആ 3 പേരും ചേർന്ന പോലെ. അല്ല, എന്റെ ഡ്രീം ഗേൾ കരീന കപൂറിനെ പോലെയാണോ? നിങ്ങളുടെ വൈഫിനെ പോലുണ്ട്. ഗുഡ് ജോബ്. നീ കല്യാണം കഴിച്ചാണോ? നിന്റെ പേര് പറയൂ. രാധ, വൈഫ് ഓഫ് രാജാഗിരി. ഈ പേരെവിടെ കേട്ടിട്ടുണ്ടല്ലോ? ആ, ഞാൻ തന്നെ. നാണമില്ല നിങ്ങൾക്ക്? സ്വന്തം ഭാര്യയെ പിക്കപ്പ് ചെയ്യാൻ നോക്കുന്നോ?
നിങ്ങൾ അവിടെ ഇരുന്നോ, ഞാൻ അങ്ങോട്ടൊന്ന് നിങ്ങളെ ശരിയാക്കുന്നുണ്ട്. ഞങ്ങള് രണ്ടുപേരെ ക്ലോസ് ഫ്രണ്ട്സാ. എടി സാമദ്രോഹി, നീ എന്ത് ചതിയാടി എന്നോട് കാണിച്ചത്? എന്റെ കുടുംബം നീ കുട്ടിച്ചോറാക്കില്ലടി. നിന്നെ ഞാൻ ശപിക്കുന്നു. നീയും നിന്റെ ഭർത്താവും തമ്മിൽ തല്ലിപ്പിരിഞ്ഞു പോയി. ഇനി എന്തു പിരിയാൻ? എന്റെ ഭർത്താവിനെ പണ്ടേ ഉപേക്ഷിച്ചു. എന്റെ അമ്മോ, സെക്കൻഡ് ഹാൻഡ് കാരണമാണോ ഞാൻ ബലവാൻ? രാധേ, പൊന്നു, ചക്കരേ, തക്കുടുമണി, പൊന്നും കൂടം, കഥക് തുറക്കേ. സോറി ആന്റി, വീട് മാറിപ്പോയി. അയ്യോ വേണ്ട, ഇത് തന്നെ വീട്. ശരണമയ്യപ്പ, എന്നും വാതിൽ ഓർക്കുമ്പോ ഭദ്രകാളിയെ പോലെ കലിതുള്ളി നിൽക്കുന്ന നീ എന്താ മഹാലക്ഷ്മിയെ പോലെ? എന്താ പറ്റിയത്? നിങ്ങൾ ചേഞ്ച് ആയിപ്പോ ഞാനും ചേഞ്ച് ആയി. എങ്ങനെ? നിങ്ങൾക്ക് ടി വി ചാനലിൽ ജോലി കിട്ടിയ വിവരം എന്നോട് എന്താ പറയാതിരുന്ന? ടി വി ചാനലാ? ബസ് സ്റ്റോപ്പിൽ ആരും ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ ഫ്രണ്ട് മേഘന കണ്ടു. അപ്പൊ തന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. എന്നെ കുറിച്ച് റണ്ണിങ് കമന്ററി തരുന്നതാണോ അവളുടെ ജോലി? ചുമ്മാതിരി. ഈ ഗുഡ് ന്യൂസ് എന്താ എന്നോട് പറയാതിരുന്നത്? ആദ്യത്തെ സാലറി നിന്റെ കൈ കൊണ്ടു തന്നിട്ട് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി. പക്ഷെ കുരുത്ത കേട്ട പെണ്ണെല്ലാം കൊളാക്കി കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ത്രില്ല് കാണാം. നടക്ക്. ദൈവമേ, വാതിലെ കിടക്കുന്നുണ്ടല്ലോ. വാന്നേ. അമ്മേ, ഇതെന്താ ഫസ്റ്റ് സെറ്റപ്പ്? ആർക്കാ? നിനക്കാ? പോന്നേ. എനിക്കോ? ഇത് നമുക്കാ. സെറ്റപ്പ് ഒക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ശമ്പളം കിട്ടിയിട്ട് പോരായിരുന്നു ഡാർലിംഗ്. എന്നോട് ക്ഷമിക്ക്. നിങ്ങൾക്ക് ജോലി കിട്ടാഞ്ഞതുകൊണ്ടാ ഞാൻ ഇതുവരെ നിങ്ങളെ അകറ്റി നിർത്തിയത്. അയ്യോ, ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇന്റർവെല്ലോ? ആരാവൻ? വേണ്ടെന്നേ, ഞാൻ ചെന്ന് നോക്കിട്ട് വരാം. ചെല്ലേ, സൂക്ഷിച്ച് പെട്ടെന്ന് വരണേ. ദൈവമേ, എന്താണ് ഈ ഇടതുകണ്ണ് തുടിക്കുന്നത്? ഫസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ആയിട്ടായി പോകുക. ആരാ നിങ്ങൾ? ഇവിടെ പണിയൊന്നുമില്ലാത്തൊരു ദരിദ്രാസം ഉണ്ടല്ലോ, ഗിരി എന്ന് പേരുള്ള. ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കേ. എന്താ വേണ്ടത്? എന്തോ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ ക്യാമറ വാടകയ്ക്ക് എടുത്തിരുന്നു. അതിന്റെ കാശ് ഇപ്പത്താ. ക്യാമറ വാടകയ്ക്ക് എടുക്കേണ്ട ആരും അദ്ദേഹത്തിന് എന്താ? അദ്ദേഹം ടി വി ചാനലിലാ ജോലി ചെയ്യുന്നത്. ആ വളിച്ച മോന്തം വെച്ച് ആരാ അങ്ങർക്ക് ടി വി ജോലി കൊടുത്തത്? കള്ളനെ കഞ്ഞി വെച്ചവൻ. എന്റെ പൈസ വാങ്ങി തന്നില്ല കണ്ടല്ലോ. സംഗതി മാറുവേ. എന്താ ഡാർലിംഗ്, ആരാത്? ഏതോ വീഡിയോ കടക്കാരൻ. നമ്മുടെ വീട്ടിലെന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, വീഡിയോ എടുക്കണോന്ന് ചോദിച്ചു വന്നതാ. നീ എന്ത് പറഞ്ഞു? ഈ അറേഞ്ച്മെന്റ്സ് നാളെ കൂടെ ഉണ്ട്, അറിയിക്കാന്ന് പറഞ്ഞു. ശരി, ജിലേബി പകുതി നിനക്കുള്ളത്, പകുതി എനിക്കുള്ളത്. ഞാൻ കഴിക്കേണ്ടതേ ഇപ്പൊ വേറെ ഒന്നാ. ലഡുണ്ട്. നീ എന്നോട് എപ്പോഴും ദേഷ്യത്തിലാണല്ലോ. ഈ ഫസ്റ്റ് ഡേറ്റിന്റെ സമയത്തും നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരുന്ന എങ്ങനെ മൂടുണ്ടാവാനാ? ഇപ്പൊ നിങ്ങൾക്ക് മൂട് വരെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കിസ് വേണം. എവിടെയാ? ടോപ്പ് മുതൽ ബോട്ടം വരെ വേണം. എന്താണിത്? ഒരു കിസ് തരാൻ പറഞ്ഞതിന് കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നതിനാണ്. ശരിക്കും മാറ്റി തരുന്നുണ്ട് നിങ്ങളുടെ ഈ പേടിയൊക്കെ. ഏത് ഫംഗ്ഷൻ പോയാലും നിനക്ക് ഈ കോട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് ഞങ്ങളുടെ വെഡിങ് ഡ്രസ്സാണ്. ഞാൻ ഏത് വെഡിങ്ങിന് പോയാലും ഈ കോട്ട് ഇടണമെന്ന് എന്റെ മിസ്സിന് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ടല്ലേ ഇന്ന് ഇട്ടത്. ഒന്ന് മണത്ത് നോക്കൂ. അവള് പറഞ്ഞത് കരുതി സായിപ്പിന്റെ കോട്ട് ഈ ചൂടത്ത് ഇടണോടോ? ഒന്ന് പോടാ. ഇംഗ്ലീഷുകാര് നമുക്ക് വേണ്ടി ബാക്കി വെച്ചതാണ് ഈ കോട്ടും പിന്നെ കോട്ടറും. കറക്റ്റാണ്. എന്താണ് നിന്റെ ഭാര്യ സീരിയസ് ആയിട്ട് നോക്കിയത്? ഒരു വർഷം മുമ്പ് എനിക്കൊരു തെറ്റ് സംഭവിച്ചു. അത് ഓർക്കുമ്പോഴൊക്കെ അവൾ എന്നെ ഇങ്ങനെ നോക്കാറ്. അതെന്താടാ? അവന്റെ കല്യാണം. ഇവിടെ കല്യാണം. അതെ, കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാ. ഇരിക്കും മോളെ. എട്ടിമേളം തുടങ്ങിക്കോളൂ. എല്ലാരും ഉണ്ടല്ലോ. ഹാപ്പി മാരേജ് ലൈഫ്. ഓൾ ദി ബെസ്റ്റ്. പെണ്ണും ചെറുക്കനും ഈ വണ്ടിയിലോട്ട് കയറിക്കൂ. നമുക്ക് ആ വണ്ടിയെ പോവാം. ആയിക്കോട്ടെ. വാടാ. അല്ല, നിങ്ങൾ എങ്ങോട്ടാ? ഒരുമിച്ചൊരു ദാമ്പത്യം ആരംഭിക്കാൻ പോലെ. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? നവദമ്പതികൾ പോകുന്നിടത്ത് കുരങ്ങന്മാർക്ക് എന്താണ് കാര്യം? ഇന്നു മുതൽ ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ട് സത്യ. അത് മാത്രമല്ല, ഒരാഴ്ചത്തേക്ക് നിന്റെ ഒന്നും ആ വീടിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്. താനൊന്നും പറയണ്ട, അത് അവൻ പറയട്ടെ. വന്നേ.
ഒരാഴ്ചയില്ല, ഒരു മാസത്തേക്ക്. മനസ്സിലായോ? മറ്റൊരാളുടെ പേര് പറഞ്ഞ് അകത്തേക്ക് കയറിക്കോളൂ. ശിവ, സത്യ, എന്താ കല്യാണച്ചക്കന് ഇത്ര നാണം? ജന്മന അവനൊരു നാണം കുടുങ്ങിയ ആ നാണം മാറ്റാൻ ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചേ. അതെ വിശക്കുന്നു. സാർ ഇങ്ങോട്ട് മാറി നിൽക്ക്. ആ, നിങ്ങൾ കുറച്ച് അടുത്ത് നിൽക്ക്. ആ, ഇങ്ങോട്ട് അടുത്ത്. ആ, സാർ ഇവിടെ. എന്താ സാർ അകന്ന് നിൽക്കുന്നത്? കുറച്ച് അടുത്ത് നിൽക്ക്. മോളെ, അവൻ നിന്റെ അടുത്തേക്ക് വരികയില്ല. നീ ഒന്ന് മുൻകൈ എടുത്ത് നീങ്ങി നിൽക്ക്. റെഡി സാർ. സത്യ, മാല ഒരുക്കോളൂ മോളെ. വരും മോളെ, അകത്ത് കയറി വിളക്ക് കൊളുത്താം. വന്നോളൂ. ശിവ, താഴെ എല്ലാരും നിന്നോട് യാത്ര പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നീ ഇവിടെ ഒറ്റയ്ക്ക് എന്തെടുക്കുക? ഏയ് ഒന്നുമില്ല. എന്താടാ, മാരേജ് ലൈഫ് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണോ? ഡോണ്ട് ഫീൽ നെർവസ്, ടേക്ക് ഇറ്റ് ഈസി. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി, നല്ലൊരു ജോലി, ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജാ. നിന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. എന്റെ ജീവിതം എപ്പോഴാ ഫുൾഫിൽ ആവുന്നതെന്നറിയോ? നീ എനിക്കൊരു പേരക്കുട്ടിയെ തരുമ്പോ. It's a great feel. Let's go. സിഗരറ്റ് വലിക്കോ? നോക്ക്, എന്നെ ആരും അഡ്വൈസ് ചെയ്യാൻ വരുന്ന എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞേക്കാം. അയ്യോ, സിഗരറ്റ് വലിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. അത് എന്തൊക്കെയാണ് ശീലങ്ങളെന്ന് ചോദിച്ചറിയാൻ അച്ഛൻ പറഞ്ഞിരുന്നു. അവിടെ നോക്ക്, എന്റെ വീട്ടുകാരെ നിർബന്ധം കൊണ്ടേ കല്യാണം നടന്നത്. അതുകൊണ്ട് നിന്റെ സങ്കല്പത്തിലെ ഭർത്താവാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. മധു ഇത് ഘോഷിക്കാൻ എനിക്ക് അത്ര തിടുക്കൊന്നുമില്ല. എന്റെ ഇഷ്ടം എന്തെന്ന് നീയും, നിന്റെ ഇഷ്ടം എന്തെന്ന് ഞാനും.
എന്റെ ടേസ്റ്റ് എന്തെന്ന് നീയും നിന്റെ ടേസ്റ്റ് എന്തെന്ന് ഞാനും അറിഞ്ഞിട്ട് മതി. അപ്പോഴേ ജീവിതത്തിനൊരു അർത്ഥം വരുള്ളൂ. എന്തൊക്കെയാ നിന്റെ ഇഷ്ടങ്ങൾ? ഇഷ്ടം വെച്ചാ? അതെ, നീ വളരെ ഇഷ്ടപ്പെടുന്നത്. നാണിച്ചിരിക്കാതെ നിന്റെ ഇഷ്ടങ്ങൾ പറ. ഇഷ്ടം വെച്ചാ MS സുബ്ബലക്ഷ്മിയുടെ പാട്ടാ എനിക്കിഷ്ടം. എന്താടാ ശിവ നീ പറയുന്നേ? അതേടാ, ഞാൻ പ്രേമിച്ചത് ഒരുവളെ, മാരി ചെയ്ത് മറ്റൊരുവളെ. ആണോ? അതാടാ നേര്. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ്, ഞാൻ ഇഷ്ടപ്പെട്ട ഫ്ലാറ്റ്, എന്റെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞു ഞാൻ വിചാരിച്ചു. എന്നാൽ സംഭവിച്ചതോ? അതിന് മാത്രം എന്താണ്ടായേ? എന്റെ ടേസ്റ്റും അവളുടെ ടേസ്റ്റും വെവ്വേറെ. അപ്പൊ നമ്മൾ കളക്ട് ചെയ്ത ഗിഫ്റ്റ് എല്ലാം ഇപ്പൊ തോന്നാടാ ജീവിതം വേസ്റ്റ് ആയി പോയിന്ന്. എങ്ങനെയാടാ വേസ്റ്റ് ആകുന്നത്? അവള് തന്നെയാണ് ഇവിടെ വിചാരിച്ച പോലെ. എന്റെ വിഷമം പറഞ്ഞ നിനക്ക് ഏയ്, ഞാൻ ചോദിച്ചത് ഈ ബ്രാൻഡ് അല്ല, ഇത് തന്നാ എങ്ങനെ ശരിയാകുന്നേ? അല്ല രാജാഗിരി, ഏത് ബ്രാൻഡ് ആയാലും എന്താ പുക വിട്ടാ പോരെ? ആ ടേസ്റ്റ് വേറെ, ഈ ടേസ്റ്റ് വേറെ. അതേടാ അതെ, 2 നിമിഷം കൊണ്ട് വലിച്ചു തള്ളുന്ന സിഗരറ്റിന്റെ ടേസ്റ്റ് ഒന്ന് മാറിയപ്പോ നീ ഇങ്ങനെ. എന്നാൽ ജീവിതാവസാനം വരെ കൂടെ കഴിയേണ്ട ഭാര്യയുടെ ടേസ്റ്റ് വേറാണെങ്കിൽ ഞാനോ? എന്തിനാടാ നമ്മുടെ കോളേജിൽ 4000 പേരുണ്ടായിരുന്നില്ലേ? നമ്മൾ 4 പേരല്ലേ ഫ്രണ്ട്സ് ആയുള്ളൂ. അത് നമ്മുടെ ടേസ്റ്റ് ഒന്നായതുകൊണ്ടാ. നീ പ്രേമിച്ച പെണ്ണ് എവിടെ ഉള്ളത്? അറിയില്ല, അന്വേഷിക്കണം. എക്സ്ക്യൂസ് മീ, ഈ പെൺകുട്ടിയോട് വർക്ക് ചെയ്യുന്നുണ്ടോ? ആരെ? രജനിയോ? ഇവള് രജനിയല്ല, സത്യ. സത്യല്ല, രജനിയാ. രജനി? ഓക്കെ, അവരെ ഒന്ന് കാണാൻ പറ്റും എനിക്ക്? ഇവിടെ ഇല്ലല്ലോ, തിരുവനന്തപുരത്താ. ഈയിടെ ഞാൻ കണ്ടതാണല്ലോ. ഇല്ലല്ലോ, ജസ്റ്റ് 1 month ട്രെയിനിങ്ങിന് വന്നതാ. അവരുടെ അഡ്രസ് ഒന്ന് കിട്ടുമോ? ഷുവർ. TBR ടവർ, M0 ട്രിവാൻഡ്രം. TBR ടവർ, M0 ട്രിവാൻഡ്രം. താങ്ക് യു. വെൽക്കം. ഹലോ. ഗുഡ് മോർണിംഗ് മാഡം. അവിടെ മിസ്റ്റർ രാജഗിരി ഉണ്ട്? ഇല്ലല്ലോ. നിങ്ങളാരാ? വേലക്കാരിയാ? ഭാര്യയുടെ വേലക്കാരിയാണെന്ന് ചോദിക്കുന്നോ? എന്റെ ധൈര്യത്തെ എനിക്ക്. സോറി മാഡം, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. മിസ്റ്റർ രാജഗിരി സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. ജോബ് ആൽമോസ്റ്റ് കൺഫേം. സാലറി 20,000 rupees. 20,000? യെസ്. അതുമല്ല, രാജഗിരി ഒരു ഇന്റർവ്യൂവിൽ പേരിനൊന്ന് അറ്റൻഡ് ചെയ്യാമേ. ആ ശരി, നിങ്ങളുടെ നമ്പർ ഉണ്ടോ? വന്ന് അതിനെ കോണ്ടാക്ട് ചെയ്യിക്കാം. നോ. കേരള CMന്റെ നമ്പർ വെരി സീക്രട്ട്, ആർക്കും കൊടുക്കില്ല. രാജഗിരി നാളെ 10 മണിക്ക് എത്തുമല്ലോ, അല്ലെങ്കിൽ ജോലി എപ്പോ പോയെന്ന് ചോദിക്കാൻ മതി. തീർച്ചയായും അയക്കുന്നേ, ഇന്ന് എന്നെ പറഞ്ഞയക്കാം. വെരി ഗുഡ് മിസ്സിസ് രാധ. മിസ്സസ് രാധ? എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ അയാളുടെ ബയോഡാറ്റയിൽ കണ്ടതാ. ഓ, ട്രാവലിംഗിന് സ്റ്റേയിങ്ങിന് ഒരു 5,000 ആവശ്യമുണ്ട്. ഇത് കൊടുത്തുവിടാൻ മറക്കണ്ട. ആദ്യത്തെ സാലറി അഡ്ജസ്റ്റ് ചെയ്തോളൂ. ആയിക്കോട്ടെ. ഒരു സ്മോൾ റിക്വസ്റ്റ് ഉണ്ട്, എനിക്കൊരു 6,000 rupees ഒപ്പിച്ച് കൊടുത്തു വിടില്ലേ? നിങ്ങൾക്ക് എന്തിനാ 6,000? പറയാം. 10,000 ഈ ജോലിക്ക് വേണ്ടി ശ്രമിച്ചതാ. എന്റെ ഒറ്റയാളുടെ ചരടുപുലി കൊണ്ടല്ലേ രാജഗിരിയെ തന്നെ ഈ ജോലിക്ക് സെലക്ട് ചെയ്തത്. നിങ്ങളുടെ ഭർത്താവ് ഭയങ്കര ഭാഗ്യവാൻ. 6,000 കൊടുത്ത് വിട്ടേക്കുന്നേ. ഓ, അങ്ങനെയാണോ? പണം കൊടുത്തുവിടാം. ഓക്കെ, താങ്ക് യു. എല്ലാം പറഞ്ഞതുപോലെ. പറ്റിച്ചു. സ്വന്തം ഭാര്യയെ പറ്റിച്ചപ്പോ എന്ത് സമാധാനം. 2-3 ദിവസത്തിനകം തിരിച്ചു വരില്ലേ? തിരുവനന്തപുരത്തേക്ക് ഞാൻ പോകുന്നത് പിക്നിക് ആയിട്ടൊന്നല്ല, എന്റെ ഓഫീസ് കാര്യത്തിനാ. ഇപ്പൊ വരുമൊന്നും പറയാൻ പറ്റില്ല. നീ വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് വെക്കൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നല്ല അയൽക്കാരുണ്ട്, ഈ വീട്ടിൽ പണിക്കാരുണ്ട്, TV ഉണ്ട്. അഥവാ MS ഹലോ, നിങ്ങൾ ജോലിയൊക്കെ തീർത്തിട്ട് വന്നാ മതി. രാജിക്കത്തല്ലേ? ഞാൻ വിചാരിച്ചില്ല. ഞങ്ങളുടെ കമ്പനിയിൽ 2 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്തില്ലോ. എനി പ്രോബ്ലം ഹിയർ? നോ പ്രോബ്ലം സർ. യൂഷ്വലായിട്ട് 9 മണിക്ക് ഓഫീസിൽ ജോലിക്ക് എത്തണം. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ആഹാരം കഴിക്കണം. 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള എന്റെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. സെയിം ജോബ് സെയിം പ്ലേസ്, റിയലി ബോറിംഗ്. അതെന്റെ ക്യാരക്ടർ അനുസരിച്ച് മാറി മാറി ജോലി. ബാഡ് ലക്ക്. ഈ ഓഫീസിൽ ഒരു സുന്ദരി ഉണ്ടെന്നുള്ള അഭിമാനത്തിലായിരുന്നു ഞാൻ. നീ ഏത് കമ്പനി ജോലി ചെയ്താലും ആ കമ്പനി ഡെവലപ്പ് ആവും. നിന്റെ ടാലന്റ് എനിക്കറിയാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് സർ. ഓക്കേ, ബൈ എവരിബഡി. ബൈ. ഏയ് ബൈ ഡാ. ബൈ. ബൈ. Excuse me? Yes. Can I sit here? Please. Thank you. My name is Giri, coming from Nilagiri. Totally Safari Giri. Hey, can I meet Rajini? Rajini? She resigned.
ഇനി അഡ്രസ് കുറച്ച് അകലെന്നാ ഞങ്ങള്. Dear friends. Yeah. Yes, sure. I will give her home address. You contact her. Thank you. One second. Number 9. Number 9. Nair Street. Nair Street. Trivandrum 17. Trivandrum 17. ഇവന് വേണ്ടിട്ടാ അവളുടെ അഡ്രസ് ചോദിച്ചത്. എനിക്ക് വേണ്ടിട്ട് കുട്ടിയുടെ അഡ്രസ് ഒന്ന് തരുമോ? കല്യാണം കഴിഞ്ഞു പോയി. അഡ്രസ് വേണോ? കഴിഞ്ഞ കണ്ടാൽ ആരും പറയില്ല യൂസ്ഡ് കാറാണെന്നുള്ള കാര്യം അല്ലേ ശിവ? അപ്പൊ Thank you പിന്നെ very വരാം. Excuse me. ഏയ് എന്താണ് ഇത്? ഇങ്ങനെ വിളിച്ചാ പിച്ചക്കാരെ ഒന്ന് മുട്ടി വിളിക്കണമെന്ന് വിചാരിക്കും. ഞാൻ വിളിച്ചു തരാം. അമ്മേ, എന്റെ അമ്മേ. ആരാ? എന്തു വേണം? മിസ് രജനി രജനി ഇവിടെ ഔട്ട് ഹൗസിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് മാറിപ്പോയി. വെക്കേറ്റ് ചെയ്തെന്നോ? എന്നിട്ട് എങ്ങോട്ടാ പോയത്? അതറിയില്ല. രജനി ഇവിടം വിട്ട് എങ്ങോട്ട് പോയി? രജനിയുടെ അച്ഛനും അമ്മയും നോർത്ത് ഇന്ത്യയിലാ. അവിടെ പോയി കാണും. അവരുടെ അഡ്രസ് വല്ലതുണ്ടോ? എനിക്കറിയില്ല. അറിയില്ല? കുട്ടിയുടെ പേരെന്താ? ഓമനക്കുട്ടി. ഓമനക്കുട്ടി. നൈസ് നെയിം. നീ പോയിക്കോ, ഞാൻ പോരാ. ഓമനക്കുട്ടി, ഓമനക്കുട്ടി, ഇത് ഞാൻ തന്നെയാ. ഓമനക്കുട്ടി ഒന്നുകൂടി പരിചയപ്പെട്ടിട്ട് പോവാന്ന്. അകത്തേക്ക് പോയ ഓമനക്കുട്ടി പുറത്തേക്ക് വന്നപ്പോ പേപ്പട്ടിയായ. എന്താ വേണ്ടത്? അല്ല എനിക്ക് പോണം, പോയിട്ട് പോകാന്ന് വിചാരിച്ചു. നമ്മൾ ഇത്രയും ദൂരം വന്ന് രജനി എവിടെയല്ല അന്വേഷിച്ച് ചേർന്നിട്ടും കാണാൻ പറ്റില്ല. എനിക്ക് യോഗമില്ലെന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് തിരിച്ചു പോടാ. ഞാൻ വരുന്നില്ല. രജനി എവിടെയുണ്ടെന്ന് എനിക്ക് കണ്ടെത്തണം. ഹലോ, ഞാൻ മേഘനയാ സംസാരിക്കുന്നേ. ഹായ്, എന്താടി നീ ഇപ്പൊ ഫോൺ ചെയ്യാറില്ലല്ലോ? സുഖാണോ? എനിക്ക് സുഖാണ്. ഞാനിപ്പോ ട്രിവാൻഡ്രത്താ ഉള്ളത്. ട്രിവാൻഡ്രത്തുന്നോ? നിന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടല്ലോ. ആ അതെ അതെ, അദ്ദേഹം സിഎമ്മിന്റെ സെക്രട്ടറിയെ ജോയിൻ ചെയ്യാൻ പോവാണ്. ആ പോസ്റ്റിനെ എന്നെയാണല്ലോ സെലക്ട് ചെയ്തത്. ജോയിൻ ചെയ്യാൻ വന്നതാ ഞാനിവിടെ. നിന്റെ ഹസ്ബൻഡ് നിന്നെ പറഞ്ഞ് കളിപ്പിച്ചതാ. ശരി. കൈമാസ പെണ്ണാളെ താമര കണ്ണാളെ പാടാത്ത പാട്ടൊന്നും പാടിവാ. മന്ദാര പൂവല്ലേ മൂവന്തി ചോപ്പല്ലേ ശൃംഗാരത്തേൻ തുമ്പി കൂടവാ. നന്ദവന കുളിരിൽ മുങ്ങി ചന്ദ്രമുഖി പ്രണയിനി അണയും യാമം ഈ യാമം. പാരാരി പടവിൽ പൗർണമി നീരാടി തൊടുകുറി അണിയും യാമം മതയാമം. ഈ കാർത്തിക തിരുരാവിനിന്നൊരു മോഹലാലസ്യം എൻ കാട്ടുപൂവിൻ കവിളിലിന്നൊരു കാമസന്ദേശം. അനുരാഗമോ അഭിലാഷമോ ഈ ഹൃദയ സായുജ്യം. തൈമാസ പെണ്ണാളെ താമര കണ്ണാളെ പാടാത്ത പാട്ടൊന്നു പാടിവാ. മന്ദാര പൂവല്ലേ മൂവന്തി ചോപ്പല്ലേ ശൃംഗാരത്തേൻ തുമ്പി കൂടവാ. ആഹാ, ഇത് നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് ആണല്ലോ. ഇതെന്റെ ചിറ്റ തന്നതാ. ഓ, വെള്ളി വിളക്കാണല്ലോ. അസലായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വേണ്ട, ഞാനെടുത്തു. സത്യ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, നേരത്തെ എത്തിയല്ലോ. എന്താ എന്തായി കാണിക്കുന്നെന്ന്? നമ്മുടെ വിവാഹത്തിന് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ നോക്കായിരുന്നു. ഇത് നമ്മുടെ വിവാഹ സമ്മാനമല്ല, ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന. ഞാൻ വന്നു പറഞ്ഞു വെച്ചതാണല്ലോ. എന്നിട്ട് സ്വീകരണമൊന്നുമില്ലേ? രാധ, രാധ ഡാർലിംഗ്, ഇതെവിടെയാ ഇത്? ആയ്, ഞാൻ എത്തിപ്പോയി. അല്ല, നീ എനിക്ക് വേണ്ടി എന്താ ഉണ്ടാക്കുന്നത്? ഹൽവ, ക്യാരറ്റ് ഹൽവ. എന്താ നിങ്ങൾ കേരള സിഎമ്മിനെ കണ്ടോ? അമ്മമ്മമ്മോ, എന്തായിരുന്നു ട്രീറ്റ്മെന്റ്? കഥകളി, ഡാൻസ്, മമ്മൂട്ടിയുടെ ഒപ്പം ഷൂട്ടിങ്, മോഹൻലാലിന്റെ ഒപ്പം ഡിന്നർ. ഒന്നോ രണ്ടോ? 11,000. അതൊക്കെ ഇരിക്കട്ടെ, ഇവിടുന്ന് പോയിട്ട് ഉദ്യോഗത്തിൽ ജോയിൻ ചെയ്തോ? ഉദ്യോഗം?
കറക്റ്റ്. എന്നെ ഇന്റർവ്യൂ ചെയ്ത ആള് ഇംപ്രസ് ആയിട്ട് എന്നോട് പറയാണ്, മിസ്റ്റർ രാജഗിരി, ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് വെറും ചീപ്പാണ്, അതുകൊണ്ട് തനിക്ക് ഞാൻ ഡൽഹിയിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇതിലും വലിയൊരു ജോലി റെഡിയാക്കി തരാൻ നേരിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു എന്റെ ഹോം മിനിസ്റ്റർ രാവിയോട് ചോദിച്ചിട്ട് പറയാം. എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ചെല്ല്, വേഗം പോയി ജോലിയിൽ ജോയിൻ ചെയ്യാം. ഡൽഹിയിലാവുമ്പോ തീഹാർ ജയിലിലൂടെ ഉണ്ടല്ലോ. എങ്ങനെ പോകാനാ? ഒരു ചെറിയ പ്രോബ്ലം കൂടെ ഉണ്ട്. എന്താ? മണി പ്രോബ്ലം ആണോ? ഡൽഹി വരെ പോണെങ്കിൽ മിനിമം 25,000 റുപ്പീസ് എങ്കിലും വേണം. അത്രേ ഉള്ളൂ? നിങ്ങൾ വാങ്ങുന്ന ശമ്പളം നോക്കുമ്പോ അത് എത്ര ചെറുതാ. എങ്കിൽ നീ തരുവാ? തരാലോ. നിങ്ങളൊന്ന് കണ്ണടിച്ച് വായു തുറന്നേ. വായിൽ അലവിടാനാ? പിന്നല്ലാതെ സ്റ്റവില് വെച്ചിട്ടുണ്ട്. ഒന്ന് വാ തുറന്നേ. ഞാൻ എവിടെ നിന്നൊക്കെ കടമടിച്ച് പണം സമ്മതിച്ചെന്നറിയോ? എന്നിട്ട് നിങ്ങൾ എന്നോട് ചതി കാണിച്ചു. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല മനുഷ്യ. നിങ്ങൾ വിശ്വസിക്കാനും കൊള്ളില്ല. ഐ എം സോറി, ഞാൻ കണ്ടില്ല. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ. ഞാൻ കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്? അതല്ല, അതിനു മുൻപ്. ഓ അതോ, സോറി എന്നല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ സോറി പറയാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ സോറി പറയാനേ നേരമുണ്ടാവും. ഫ്രണ്ട്സിനോടും പാരന്റ്സിനോടും മാത്രമല്ല, നമ്മൾ സെർവൻസിനോട് വരെ താങ്ക്സ് പറയാൻ ശീലിക്കണം. ഞാൻ പറയും. ഒരു മിനിറ്റ്. എന്താ? ഭക്ഷണം ഉച്ചയ്ക്ക്. എന്റെ ജോലി എന്താ? മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഇന്ന് ഞാൻ ആരെയൊക്കെ കാണണം, എവിടെയൊക്കെ ചെല്ലണമെന്ന് ഓഫീസിൽ ചെന്നാൽ അറിയാൻ കഴിയൂ. ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ പൊതിച്ചോറും കൊണ്ട് ചെന്നാ ആൾക്കാരെന്നെ കളിയാക്കും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നിനക്കില്ലേ? ഡോണ്ട് ട്രീറ്റ് മീ ലൈക്ക് എ ചൈൽഡ്. Sure. Okay. Hello, I'm Yes. Shiva from Airtel. I have an appointment with your marketing manager. Please be seated. Thank you. വെക്കട്ടെ. ഹലോ, ഞാനാ. എന്താ പറ? എവിടെയുള്ളത്? ഇതറിയാനാണോ നീ ഇപ്പൊ വിളിച്ചത്? സൂര്യ കോംപ്ലക്സ് 3rd ഫ്ലോറിലുണ്ട്. സർ, മാനേജേഴ്സ് വിളിക്കുന്നു. കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശിവ ഫ്രം എയർടെൽ. ഐ സി. ഇരിക്കൂ. താങ്ക് യു. പറയൂ. സാർ ഞങ്ങളുടെ കമ്പനി സെൽഫോണിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ. ഓ സോറി, കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ കമ്പനി പേജറാണ് ഉപയോഗിച്ച് പോരുന്നത്. എല്ലാം കൂടി ബഡ്ജറ്റ് കൂടുന്നു കരുതിട്ടാ? നോ മിസ്റ്റർ ശിവ, ബഡ്ജറ്റിന്റെ കാര്യമല്ല, മെസ്സേജ് അയക്കാൻ ഏറ്റവും നല്ലത് പേജറാണെന്ന് ഞങ്ങളുടെ ബോസ് തീരുമാനിച്ചിരിക്കുകയാണ്. നോ പ്രോബ്ലം സാർ. ഈ പേജറിൽ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് കൊടുത്താൽ ചിലപ്പോൾ തിരിച്ച് വിളിക്കും അവര്. വിളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ മെസ്സേജ് കിട്ടില്ലെന്ന് പറയവര്. അതേസമയം സെൽഫോൺ ആണെങ്കിൽ കറക്റ്റായിട്ട് ആൻസർ കിട്ടില്ലേ നമുക്ക്. അതിനേക്കാൾ ഉപരി നമുക്ക് വരുന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമായിരിക്കണം, അല്ലാതെ അവരല്ല. എന്താ സാർ? ഇറ്റ്സ് ക്വൈറ്റ് കൺവിൻസിംഗ്. ഓക്കെ, നിങ്ങൾ എന്റെ പേപ്പറൊക്കെ ശരിയാക്കുക. ഞാൻ ബോസിനോട് സംസാരിക്കാം. എന്താ? താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ആ മിസ്റ്റർ ശിവ, നിങ്ങളെ കണ്ടപ്പോ എന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന അതേ ഉത്സാഹം ഇന്ന് ഞാൻ നിങ്ങളെ കാണുന്നു. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. ബൈ ദ വേ, ഞാനിപ്പോ ലഞ്ച് കഴിക്കാൻ പോവാ. നിങ്ങൾ എന്നോട് കൂടുന്നോ? വേണ്ട സാർ, ഞാൻ കഴിച്ചോളാം. ഓക്കെ ഓക്കെ. ശരി സാർ, വരട്ടെ. മിസ്റ്റർ ശിവ, ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. സാറിന് പിസ്സ കോർണറിന് ലഞ്ചും കൊണ്ടുവന്നതാ. ലഞ്ചോ? ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ. സാറിന്റെ വൈഫ് ഓർഡർ ചെയ്തതാ. സാർ ഇവിടെ ഉണ്ടാവുമെന്നും പറഞ്ഞു. പ്ലീസ്. താങ്ക് യു. വെൽക്കം സർ. വാ, യു ആർ എ ലക്കി ഹസ്ബൻഡ്. പതിവായി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഭാര്യ ആഹാരം കഴിച്ചു കഴിഞ്ഞിരിക്കും. പോരാഞ്ഞിട്ട് ഞാൻ അവളെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞ് എന്നെ നോക്കി ദഹിപ്പിക്കും. അതേസമയം നിങ്ങളുടെ ഭാര്യ നിങ്ങൾ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചറിഞ്ഞ് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഷീ ഈസ് റിയലി ഗ്രേറ്റ്. ഒരു തരി പോലും മിച്ചം വെച്ചേക്കരുത്. എന്താണെന്ന് വെച്ചാ ആ ബോക്സിലുള്ളത് ലഞ്ച് അല്ലടോ, നിങ്ങളുടെ വൈഫിന്റെ ലവ് ആണ്. ഗമന സാധുഹൃ സാരസാബ്ജപാല
അമ്മാവനിത് എപ്പോ വന്നു? ഓ, സംഗീതം ആസ്വദിക്കാൻ. എന്തെങ്കിലും മനസ്സിലായിട്ടാണോ അമ്മാവ, അതോ ചുമ്മാ തലയാട്ടുന്നോ? എടാ, നിനക്ക് സംഗീതത്തെ കുറിച്ച് അറിയില്ലാത്ത എന്റെ കുറ്റമാണോ? എടാ, അവള് പാടുന്നത് ശാസ്ത്ര സംഗീതമാ. ആ, ഇങ്ങനെ സരിഗമ പഠിക്കാൻ 10 വർഷം എടുക്കുന്ന കേട്ടത്. എടാ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? എടാ, അവളുടെ പാട്ട് കേട്ടാൽ MS സുബലക്ഷ്മിയുടെ പോലെ ഉണ്ട്. ആഹാ, അങ്ങനെ തോന്നിയോ? എനിക്ക് പക്ഷെ ചിരട്ടയിട്ട് ഒരയ്ക്കുന്ന പോലെ തോന്നി. നീ എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ അനന്തരവൾക്ക് സംഗീതം ഭ്രാന്താണ് ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ ബാക്കിയുള്ളവരുടെ ജീവൻ എടുക്കുന്ന എന്റെ പേടി. എടാ ശിവ, നിന്റെ കോപം സംഗീതത്തോടെ സത്യമാണോ? കോപം വരാൻ അതിലിപ്പോ എന്താ സംഗീതം ഉള്ളത്? സെൽഫോൺ സിഗരറ്റ് കണ്ണ് നമ്മുടെ പ്രേമം ഓ മൈ ബെസ്റ്റ് ഫ്രണ്ട് ലജ്ജ സത്യ എന്താ പോലെ നിർത്തിയത്? പാടൂ പാടുമോളെ പാടുമോളെ
മരുമോള് നന്നായിട്ട് പാടി. അയ്യോ, എന്താ ഇത്? നടന്നതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നാക്കിൽ ചൂട് വെച്ചെന്ന് പറഞ്ഞ ഇങ്ങനെ ഇറങ്ങിപ്പോണോ? നമ്മൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാന്നുള്ളത് മറന്നുപോയോ? ഞാൻ വീട് വിട്ടിറങ്ങി പോകുന്നല്ല, എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചിറങ്ങിയതാ. അണ്ടർസ്റ്റാൻഡ്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. കുട്ടിക്കാലത്ത് ഞാൻ ക്ലാസ്സിൽ പോകാൻ മടി കാണിച്ചപ്പോൾ എന്റെ അച്ഛൻ എന്റെ കയ്യിൽ ചട്ടുകൻ ചൂടാക്കി വെച്ചു. അങ്ങനെ ആദ്യമായി ഞാൻ സ്കൂളിൽ പോയി. 10ാം ക്ലാസ്സിൽ ഞാൻ ഫെയിൽ ആകുമെന്ന് പേടിച്ച് എന്റെ അച്ഛൻ എന്റെ മുതുകത്ത് ചട്ടുകൻ ചൂടാക്കി വെച്ചു. അങ്ങനെ 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഇപ്പോ നീ കാളിദാസന്റെ നാവിൽ കാളിദേവി ബീജാക്ഷരം കുറിച്ച പോലെ എന്റെ നാവിൽ ചട്ടകൻ ചൂടാക്കി വെച്ചു. അങ്ങനെ എന്റെ മടി പോയി, ഞാൻ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. നോ ഡൗട്ട്. അത് പിന്നെ കിട്ടേണ്ടത് കിട്ടിയാലേ ഞാൻ പഠിക്കൂ. അതാണ് എന്റെ പോളിസി. ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ നാക്കി ചൂട് വെച്ചേനെ. മാഡം, ഇതിലൊന്ന് ഒപ്പിട്ടേ. ഈ ഡ്രസ്സിലും മാഡത്തിന് എന്ത് ഭംഗിയാ. F4 അല്ല മാഡം, F3. അകത്തേക്ക് എടുത്ത് വെച്ചോളൂ. എന്താ വാച്ച്മാൻ, ആരാ വന്നിരിക്കുന്നത്? എന്താ അങ്ങനെ നോക്കുന്നത്? ആരാ വന്നെന്ന്? മാഡം തന്നെ. ഞാനോ? എന്താ കുടിച്ചിട്ട് വന്നിരിക്കാ? ഇന്നലെ രാത്രി അടിച്ച ചീപ്പ് സാധന, അതിന്റെ കേട്ട് വിട്ടിട്ടില്ല. ഓ, അതുകൊണ്ട് തോന്നിയതായിരിക്കും എനിക്ക്. Oh my God! Miracle! I can't believe! Unbelievable! We look same, you know? അച്ഛാ, എന്നെ പോലെ തന്നെ ഞാൻ ഇവിടെ ഒരു പെണ്ണിനെ കണ്ടു. നേരാണോ മോളെ? അത്ഭുതമായിരിക്കുന്നല്ലോ. ലക്ഷ്മി, നീ എന്താ മോളെ ഈ പറയുന്നേ? നിന്നെ പോലൊരു പെണ്ണോ? അത് സത്യ. പേര് രജനി എന്നാ. കണ്ട എന്നെ കൂട്ടി തന്നെ ഉണ്ട്. മോളെ രജനി, നീ ശരിക്കും എന്റെ മോളെ പോലെ തന്നെയാ. പക്ഷേ പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരുമെന്ന് തോന്നുന്നു. എനിക്ക് വിശ്വാസമില്ല. സംശയം അത് അപ്പ തന്നെ ചോദിച്ചത് തീർക്കണം. അതെ, പണ്ട് ഗുണ്ടപ്പണി ചെയ്ത കാലത്ത് ഏതെങ്കിലും പെണ്ണിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്താ എന്താ അളിയന്റെ ഒരു രഹസ്യം? ഒന്നുമില്ല, ഒരു സംശയം ഞാൻ ക്ലാരിഫൈ ചെയ്യായിരുന്നു. പിന്നൊരു കാര്യം, തന്റെ സംശയം തന്റെ മനസ്സിൽ തന്നെ വെച്ചാ മതി. ഈ ലോകത്ത് ഒരേപോലെ 7 പേര് കാണുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ആ കൂട്ടത്തിലുള്ള 2 പേര് ഇവിടെയുണ്ട്. ബാക്കിയുള്ള 5 പേര് എവിടെയാണോ ആവോ. മോളെ രജനി, നിന്റെ അച്ഛനും അമ്മയും? മമ്മിയും ഡാഡിയും ഡെറാഡൂണിലാണ് ഉള്ളത്. ഡാഡി മിലിറ്ററിയിൽ മേജറാ. ഞാൻ ഓരോ സ്റ്റേറ്റിലും ജോലി ചെയ്ത് അവസാനം ഇവിടെ എത്തി. എങ്ങും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമയമാണിത്. സത്യക്ക് വീടാണ് ലോകം, രജനിക്ക് ലോകമേ വീട്. മോളെ സത്യ, അവൻ ഇനിയും കണ്ടില്ലല്ലോ. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. എന്തോ മീറ്റിംഗിലാണെന്ന് തോന്നുന്നു. കട്ട് ചെയ്തു. രജനി, നിന്റെ അമ്മയച്ഛനും എപ്പോഴാ വരിക? ഇവിടെയാണ് ഞാൻ ഉള്ളതെന്ന് അവരറിഞ്ഞാലല്ലേ വരിക. ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഫോൺ ചെയ്ത് ഇനി വേണം അവരെ അറിയിക്കാൻ. സത്യം അങ്ങനെയല്ല മോളെ. ദിവസവും അച്ഛൻ അവളെ കോളേജിൽ കൊണ്ടുപോയിരുന്നത്. റിയലി? നിന്റെ ശരിക്കും നല്ല ഭംഗിയുണ്ട്. താങ്ക്സ്. ആരാണാവോ? അതേ നോയിക്കണ്ട, അവിടെ റോള്. വരൂ മോനെ, ഇരിക്കെ. ഇതാണ് എന്റെ മോൻ ശിവ. പിന്നെ ഇവളുടെ പേര് രജനി. നമ്മുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലാ താമസിക്കുന്നത്. ഹായ്. ഹലോ. വീട് വളരെ ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ. എനിക്ക് ഇഷ്ടപ്പെട്ട വിനായകന്റെ വിഗ്രഹം. എന്നെ പോലൊരു പെണ്ണ്, എന്റെ ടേസ്റ്റിന് ഒത്ത ഫാമിലി. വെരി ഇൻട്രസ്റ്റിംഗ്. എടാ, എന്റെ പ്രോബ്ലം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യടാ. എന്താണ് അതിന്റെ പ്രോബ്ലം?
ഇത് രജനി, ഇത് ഞാൻ രജനിയെ പ്രേമിച്ചു, രജനിയെ ലവ് ചെയ്തു. രജനിയാണെന്ന് തെറ്റിദ്ധരിച്ച് എനിക്ക് സത്യ വിവാഹം കഴിക്കേണ്ടി വന്നു. അതാണ് എന്റെ പ്രോബ്ലം. സോൾവ് ചെയ്യൂ പ്ലീസ്. സത്യം കെട്ടിക്ക് രജനിയെ വെറുതെ വിട്ടേ. 6 ദിവസം കൊണ്ട് ഞാൻ പ്രേമിച്ച രജനെ 1/2 നിമിഷം കൊണ്ട് ഉപേക്ഷിക്കണമെന്നാണോടാ? അങ്ങനെ ഒരു പണി നീ സത്യം ഉപേക്ഷിച്ചിട്ട് രജനിയെ തന്നെ കെട്ടി. അഗ്നിസാക്ഷിയായിട്ട് ഞാൻ താലി കെട്ടിയ പെണ്ണിനെ അതല്ലടാ, സത്യം ഉപേക്ഷിക്കില്ല, രജനിയെ മറക്കയില്ല, പിന്നെ പറയടാ പറയ്. ഇതിലൊക്കെ ഇത്ര ആലോചിക്കാൻ എന്താണ്? ഈ വക കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പ്രസാദല്ലേ എടുക്കാൻ? പറഞ്ഞു കൊടുക്കടാ, നീ എനിക്കിട്ട് പറഞ്ഞല്ലേ. പ്രസാദേ തളിയാ നീ പറയടാ. എനിക്ക് അർജന്റായിട്ട് ഒന്നിനു വേണം. അത് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞാ പോരെ? Okay, don't forget to bring the book tomorrow also. Bye. Bye. Hi, Mr. Shiva. ഹായ്, താനെന്താ ഇവിടെ? ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നേ. ഓക്കെ. നിങ്ങൾ എവിടെ? ഞാൻ ജീവനെ ഒന്ന് കാണാൻ വന്നത്. ഓ, I see. വീട്ടിലേക്കാണോ? എന്നാ ഞാനും വരട്ടെ. വീട്ടിലേക്ക് തന്നെയാണ്. എന്നാലും 1-2 അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. 1 മണിക്കൂർ താമസമുണ്ട്. Okay, okay. Carry on. ബൈ. Auto. ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കാണുന്നത് ആദ്യമാ. ഏതെങ്കിലും ഒരു പെണ്ണ് ഓട്ടോയിൽ വരികയാണെങ്കിൽ ബൈക്കിൽ ലിഫ്റ്റ് തരാൻ വരുന്നോന്ന് ചോദിച്ച് പുറകെ ഹെഡ് ചെയ്യുന്ന ആണുങ്ങളെ ഈ കാലത്ത്. ഇത് ഞാൻ അയാളോട് അങ്ങോട്ട് ലിഫ്റ്റ് ചോദിച്ചിട്ടും ഒഴിവാന്ന് കണ്ടിട്ട് എനിക്ക് ആശ്ചര്യ തോന്നിയത്. ഇതിലെന്താ ഇത്ര ആശ്ചര്യപ്പെടാൻ? മനഃപൂർവ്വം ചെയ്തതാ. അതെന്തിനാ? ലിഫ്റ്റ് കൊടുത്താ ഒരു തവണ താങ്ക്സ് പറയേണ്ടി വരും. അങ്ങനെ വന്നാ അവൾ എന്നെ കുറിച്ച് തന്നെ ചിന്തിച്ചോണ്ടിരിക്കും. കറക്റ്റ്. അല്ലെങ്കിൽ അയാൾ എന്തിനാ എനിക്ക് ലിഫ്റ്റ് തരുന്നത്? അയാൾ എന്റെ ആരാ? അയാൾ എന്റെ ജസ്റ്റ് നെയ്ബർ. ഞാൻ അയാളുടെ വൈഫിന്റെ ഫ്രണ്ട്. ദാറ്റ്സ് ഓൾ. ആ സമയത്ത് അയാൾ എന്ത് ചെയ്യണോ അതാണ് ചെയ്തത്. നോ ഡൗട്ട് ഹി ഈസ് എ ജെന്റിൽമാൻ. ഹായ് സത്യ. വാ. എന്താ തനിച്ചിരുന്ന് സീരിയൽ കണ്ട് രസിക്കാം? നീ കാണാറില്ലേ? ഞാൻ BBC ഡിസ്കവറി ഒക്കെ കാണൂ. രജനിയുടെ അതേ ടേസ്റ്റാ ശിവയ്ക്കും. ടേസ്റ്റ് എന്ന് വെച്ചാ ശിവ വീട്ടിലുള്ളപ്പോ BBC വെക്കൂ. കക്ഷി ഇല്ലാത്തപ്പോഴാ ഞാൻ സീരിയൽ കാണുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട ചാനൽ വെച്ച് കണ്ടൂടെ? പകല് മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് റിലാക്സ് ചെയ്യാൻ വേണ്ടി ആയിരിക്കുമല്ലോ അത് കാണുന്നത്. അപ്പൊ ഞാനും അത് തന്നെ കാണും. നിനക്ക് ഇഷ്ടപ്പെട്ടത് ശിവയ്ക്കും കണ്ടാലെന്താ? നീ എന്തിനാ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതുകൊണ്ടല്ല, ഭാര്യ ആകുമ്പോ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാ? സ്കൂളിൽ നിന്ന് കോളേജ് വരെയും സഹോദരന്റെ സഹായം ആവശ്യമാണ്. കോളേജ് കഴിഞ്ഞ് വിവാഹം വരെ അച്ഛന്റെ സഹായം വേണ്ടിവരും. വിവാഹം കഴിഞ്ഞാ ഭർത്താവിന്റെ സഹായം വേണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓരോ പെണ്ണും പുരുഷന് ഡിപ്പെൻഡന്റാ. അതൊരു ആനന്ദം കൂടിയാ. ഹൗ സ്വീറ്റ്. നീ പറഞ്ഞത് കേട്ടപ്പോ തന്നെ ഞാൻ ആകെ ത്രില്ലടിച്ചു പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് കൂടെ പിറപ്പുകളില്ല. ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ അധികകാലം ഒന്നിച്ച് കഴിയാൻ സാധിച്ചിട്ടുമില്ല. സോ ടോട്ടലി എനിക്ക് ജീവിതത്തിൽ ആണുങ്ങളുമായിട്ടുള്ള സഹവാസം കുറവാ. പക്ഷെ ഇന്ന് നിന്നെ കണ്ടതോടെ മാരേജ് ചെയ്താൽ എന്താ, ഭർത്താവിന് എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ അറിഞ്ഞ് അയാളുടെ കൂടെ ജീവിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു. ആഗ്രഹം വന്നല്ലോ. എങ്കിലും ആലോചിച്ചാ പോരെ? നിന്റെ അച്ഛനോട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ പറയട്ടെ. നിന്റെ ഈ ചിരി കണ്ടാലേ ആരും നിന്നെ കല്യാണം കഴിച്ചു പോകും. Come on. മിറർ ക്ലീൻ ചെയ്യാൻ മറന്നുപോയി.
താങ്ക്സ്. എക്സ്ക്യൂസ് മീ, ഇതെന്താ പരിചയമില്ലാത്ത പോലെ അനുവാദം ചോദിക്കുന്ന അകത്തേക്ക് വാ. താങ്ക് യു. എന്താ കാലത്തിന്റെ ബൈക്ക് തുടച്ചു, കണ്ണാടി തുടച്ചു, എന്താ ഇങ്ങനെ കൊഞ്ചു കൊഴിഞ്ഞാണ് ഓഫീസിൽ അയക്കാറുള്ളത്? അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, സ്നേഹക്കൂടുതലും ഉണ്ടാ. നിന്റെ വിവാഹം കഴിയുമ്പോ നിനക്കത് മനസ്സിലാവും. കൂൾ കൂൾ, ഞാനൊരു തമാശ പറഞ്ഞതാ. സത്യത്തിൽ നിന്നിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ 100% വൈഫിനെ അറിയോ? നീ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് ഉടനെ കല്യാണം കഴിക്കണമെന്ന് തോന്നിപ്പോവുക. ഞാനൊരു രഹസ്യം പറയട്ടെ? പറയൂ. ഞാൻ നിന്നെ പോലെ ഒരു ഭാര്യ ആകണമെങ്കിൽ നിന്റെ ഭർത്താവിനെ പോലെ ഒരാളെ എനിക്കും കിട്ടണം. നിന്റെ ചിരി നല്ല ഭംഗിയുള്ളതാ. റിയലി. ഇല്ലാതെ ശരിയാന്നേ. എന്താടാ? സോറി, ഞാൻ കണ്ടില്ല. എന്ത് കണ്ടില്ലെന്നാടാ? അറിയാതെ പറ്റിയതല്ലേ. സോറി പറഞ്ഞ എന്തിനാ നിസ്സാര കാര്യത്തിന്? എന്ത് നിസ്സാര കാര്യം? സോറി പറഞ്ഞില്ലേ പിന്നെ വഴക്കുണ്ടാക്കുന്നു? നീ എന്നെ തല്ലിയല്ലേ? എന്നെ ഞാൻ കാണിച്ചുതരാം. പിന്നെ പോവാൻ സത്യ, സത്യ, എന്താ മോളെ സത്യ, സുഖല്ലേ? ആ, വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ഇങ്ങനെ വാതിക്ക് നിർത്തി സംസാരിക്കുകയാണോ വേണ്ടത്? അകത്തേക്ക് വിളിച്ചിരുത്തി എന്താ കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കണ്ടേ? അതല്ലേ മര്യാദ? ഹലോ മിസ്റ്റർ ശിവ, ഹൗ ആർ യു? എന്താ സൂക്ഷിച്ചു നോക്കുന്നേ? എനിക്ക് നിങ്ങളെ പോലെ BBC ചാനലാണ് ഇഷ്ടം. എന്താണെന്നറിയോ, മറ്റു ചാനൽസ് കണ്ടാൽ ബോർഡറിൽ എപ്പോഴും കുളിരായിരിക്കുമല്ലോ. അപ്പൊ ഭാര്യയാണ് ഓർമ്മ വരിക. ഭാര്യയാണെങ്കിൽ നാട്ടിലാണ് താരും, അതുകൊണ്ട് BBC ചാനലേ കാണും. നിങ്ങള് രജനിയുടെ ഫാദർ അല്ലേ? കൊള്ളാമല്ലോ, എളുപ്പത്തിൽ കണ്ടുപിടിച്ചല്ലോ. ബ്രില്യന്റ് ഗേൾ. നിങ്ങളുടെ ചിരി കണ്ടിട്ടാ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞത്. രജനിക്ക് ആ ചിരി എവിടുന്ന് കിട്ടിയെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ശിവ, നീ എന്താ നോക്കിയിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കേ. നീ കൂടി ഇരിക്കും മോളെ. സത്യ, എന്റെ പേര് രാമകൃഷ്ണൻ, മിലിറ്ററിയിൽ മേജർ. ഇതെന്റെ ഭാര്യ കല്യാണി. ഇത്രയും കാലം ഞാൻ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ ഒക്കെ സിമ്പലായി സർക്കാർ എനിക്ക് തന്ന മെഡലുകളെല്ലാം വീട്ടിലുണ്ട്. ഫാമിലിക്ക് ഞാൻ ഇതുവരെ ചെയ്ത നന്മകളുടെ സിമ്പലാണ് എന്റെ ഭാര്യയുടെ മുഖത്ത് കാണുന്ന ഈ പുഞ്ചിരി. അല്ലേ മൈ ഡിയർ വൈഫ്? എന്ത് പറയുന്നു? ഹായ് ഡാഡി. ഹായ് രജനി. എന്താ ഡാഡി വന്ന് കേറിയോണ്ട് ആരംഭിച്ചോ കത്തി? ഒന്ന് പരിചയപ്പെട്ടിട്ട് പോരായിരുന്നോ? ഹായ് മമ്മി. ഹായ് മോളെ സത്യേ, രജനി നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ മുതല് നിന്നെ കാണാൻ ഞങ്ങൾക്ക് കൊതിയായിരുന്നു. സത്യ, നിന്നെ പോലെ സാരി ഉടുക്കുന്ന, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു മകള് വേണമെന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. എന്ത് ചെയ്യാൻ,
ദൈവം എന്നെ പോലെ വായാടിയായ ഒരു മകളെയാണ് ഞങ്ങൾക്ക് തന്നത്. എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ, നീ പറയ് ശിവ. രജനിയെ പോലൊരു പെണ്ണിനെ സൈറ്റ് അടിക്കാൻ കൊള്ളാമെന്നല്ലാതെ വിവാഹം കഴിക്കണമെങ്കിൽ സത്യയെ പോലൊരു പെണ്ണ് വേണമെന്നല്ലേ എല്ലാവരും വിചാരിക്കൂ. ഡാഡി വല്ലാതെ ഓവർ ആവുന്നുണ്ട്. യു ക്രോസിംഗ് ദ ബോർഡർ. ഓക്കെ ഓക്കെ ഓക്കെ. ആസ് എ മിലിറ്ററി മാൻ ഐ ഷുഡ് നോട്ട് ക്രോസ് ദ ബോർഡർ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നു. ഓക്കെ ശിവ, എന്നോടൊരാൾ ദേശത്തിന് വേണ്ടി ജീവൻ കളയുമോ ഭാര്യയ്ക്ക് വേണ്ടി ജീവൻ കളയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഭാര്യയ്ക്ക് വേണ്ടി ജീവൻ കളയുമെന്ന്. എന്താണെന്നറിയോ? സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെ ദേശത്തെ സ്നേഹിക്കാൻ കഴിയും? ശരിയല്ലേ? ഏയ് സത്യ, കറി കുറച്ചുകൂടെ ഒഴിക്കട്ടെ. അയ്യോ മതി രജനി, കുറച്ച്. സോറി. സത്യ തരില്ല. എന്താ മോളെ ഇത്? നോക്കി വിളമ്പിക്കൂടെ നിനക്ക്? സോറി പറ. സോറി സത്യ, അത് സാരില്ല. അല്ല ശിവ, നിങ്ങളുടെ ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജോ? അറേഞ്ച് മാരേജ് അങ്കിൾ. ഐ സീ. ശിവ, വിവാഹത്തിന് മുൻപ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഞാൻ നിന്നെ പ്രേമിച്ചുകൊണ്ടിരിക്കല്ലേ? പ്രേമിച്ചിട്ടുണ്ട്. എനിക്ക് 10 വയസ്സുള്ളപ്പോ എന്റെ അടുത്ത വീട്ടിലുള്ള ലക്ഷ്മി എന്ന കുട്ടിയെ, പാവാട പ്രായത്തിലുള്ള എന്റെ കളിക്കൂട്ടുകാരിയെ ഞാനൊന്ന് സ്നേഹിച്ചു. വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതായിരുന്നു എന്റെ ആദ്യ പ്രേമം. 10th പഠിക്കുമ്പോൾ മാത്സ് എടുക്കുന്ന സ്റ്റെല്ല ടീച്ചറോട് എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇഷ്ടമൂത്ത് ഒരു ദിവസം ഞാൻ പോയി ഡയറക്റ്റ് ആയിട്ട് കെട്ടിക്കോട്ടെന്ന് വരെ ചോദിച്ചു. അവരുടെ ഭർത്താവിനോട്. ഇവിടെ നിർത്ത് നിങ്ങളുടെ പ്രേമത്തിന്റെ സാഹസ കഥകള്. സത്യമാണ്. അത് മാത്രോ, വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണുമായിരുന്നു. അവൾക്ക് വേണ്ടി ഒരുപാട് അടുത്ത് കാത്തു നിന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടുന്നതൊക്കെ ഒരു നിയോഗമാണല്ലോ. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നതാണല്ലോ ചൊല്ല്. അങ്ങനെയാണ് എനിക്ക് വേണ്ടി അച്ഛൻ സത്യയെ കണ്ടെത്തിയതും ഞങ്ങളുടെ വിവാഹം നടന്നതും. പല സ്റ്റോറികളും പറഞ്ഞല്ലോ നിങ്ങള്. അടുത്ത വീട്ടിലെ പെണ്ണിനെ, സ്കൂൾ ടീച്ചറെ, ബസ് സ്റ്റോപ്പിലെ പെൺകുട്ടിയെ ഒക്കെ പ്രേമിച്ചതിന്റെ കഥകള്. എന്നാ ഭാര്യയുടെ മുമ്പിൽ ഇത്രയും ഫ്രാങ്ക് ആയ ഭർത്താവിനെ കിട്ടിയതിൽ യു ആർ സോ ലക്കി സത്യ. എന്തു പറയുന്നു? കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ മുരളീഗാനം പാടൂ നീ. കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ മുരളീഗാനം പാടൂ നീ. കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ ഗോപികമാരുടെ കാർവർണ്ണ. നേരിയ നാണം നോട്ടത്തി ചഞ്ചലനാദം നടനത്തി. കാലം നൽകി ചാരുതകൾ പ്രായം തന്നു ചമയങ്ങൾ. ചടുല ചടുല മുടലിളകിയാടും ഒരു മധുര നടനമിനിയാടൂ. കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ മുരളീഗാനം പാടൂ നീ. കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ ഗോപികമാരുടെ കാർവർണ്ണ. രാഗവീണതൻ തന്ത്രി മീട്ടുവാൻ ദേവനെന്തെത്ര വൈകുവാൻ. അന്തരിന്ദ്രിയം കാത്തു നിൽക്കയാണ് അഗ്നിമാരിയെ മുങ്ങുവാൻ. അഗ്നി പോക്കുന്ന വേള നമ്മളെ സ്വർഗ്ഗലോകത്ത് കൊണ്ടുപോകും. മെയ്യും നെയ്യും ഒന്നായി വിണ്ണു മണ്ണിലേക്കിന്നു വരും. കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ മുരളീഗാനം പാടൂ നീ. കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ ഗോപികമാരുടെ കാർവർണ്ണ.
നന്ദനം പാതിചാരിയൊരു വാതിലാരുടെ കോമളാങ്കുലി തുറക്കുമോ ഉള്ളിൽ പെയ്യും തീമഴയിൽ എന്നെയിൽ ദാഹപ്രളയങ്ങൾ കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ മുരളീഗാനം പാടു നീ കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ ഗോപികമാരുടെ കാൽവർണ്ണ നേരിയ നാണം നോട്ടത്തിൽ സഞ്ചരനാദം നടനത്തിൽ കടുല കടുല മുടങ്ങിളകിയാടും ഒരു മധുര നടനമിനിയാടൂ ആ മോളെ രജനി, ജോലിക്കൊന്നും പറഞ്ഞിനി ഇവിടെ അവിടെ നീ അലയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് നിൽക്കുന്നല്ലേ നല്ലത്. എന്താ ശിവ, ഞാൻ പറഞ്ഞല്ലോ എന്റെ ശരി. ആ വാസു, ഒരു മിലിറ്ററി ബോട്ടിൽ ഞാൻ മോളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചോ. സത്യ, വീട്ടിലെല്ലാരും ചോദിച്ചതേ പറയണം. ഞാൻ പറയാം ആന്റി. ശിവ, ഒന്നിങ്ങ് വന്നേ. ശിവ, നീ പ്രേമിക്കുന്ന പെണ്ണിനെ കുറിച്ച് നീ പറഞ്ഞു. എന്നാ നിന്നെ ഒരാൾ പ്രേമിക്കുന്നതിനെ കുറിച്ച് നിനക്കറിയോ? അതെ ശിവ, എന്റെ രജനി മോള് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ എന്താ ആലോചിക്കുന്നത്? ബോർഡറിലെ ശത്രുക്കളുടെ നീക്കം മനസ്സിലാക്കാൻ കഴിയുന്ന എനിക്ക് സ്വന്തം മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയില്ലേ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിന്റെ ഭാര്യ സത്യയെ കാണുമ്പോ രജനിയുടെ കണ്ണുകളിൽ അസൂയയാണ് കാണപ്പെടുന്നത്. നിന്നോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളെ നോക്കുമ്പോ അവളുടെ കണ്ണുകളിൽ ഭയം പ്രകടമാവുന്നുണ്ട്. നിന്നെ കാണുമ്പോ ആ കണ്ണുകളിൽ പ്രേമം തെളിയുന്നു. സ്ത്രീയുടെ കണ്ണുകൾ അവരുടെ മനസ്സ് പുറത്തു കാട്ടുന്ന കണ്ണാടിയാണ്. അറിയോ ശിവ? ശിവ, ഞാനൊരു കാര്യം പറയട്ടെ. നിന്നെ എനിക്ക് വളരെ ഇഷ്ട. നീയാണ് എന്റെ മരുമകൻ. നിന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തു പറയുന്നു? എന്റെ വിവാഹം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെയും മരുമാനാക്കിയെന്ന് പറഞ്ഞേ. ആ മിലിറ്ററിക്കാരൻ ഒരു ജെന്റിൽമാൻ ആണല്ലോ. എന്റെ അച്ഛനും അമ്മയും പിന്നെ നിങ്ങളും എന്റെ ഫാദറിലോയും ഞാൻ കല്യാണം കഴിച്ച സത്യയും ഞാൻ പ്രേമിച്ച രജനിയും എല്ലാവരും നല്ലവരല്ലേ? ഇങ്ങനെ എല്ലാവരും നല്ലവരാണെങ്കിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇപ്പൊ ആർക്കാന്നുള്ളത് എന്റെ പ്രശ്നം. അവരുടെ സന്തോഷം ഒരുപക്ഷെ എന്റെ സന്തോഷം ആകണമെന്നില്ല, എന്റെ സന്തോഷം അവരുടെ സന്തോഷം ആവണമെന്നില്ല. എന്റെ വിഷമം ഞാൻ ആരോടെ പറയാ? പക്ഷെ അവൻ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യം. ഈ ലവ് മാരേജ് എന്ന് പറഞ്ഞ എപ്പോഴും പ്രശ്ന. നമുക്കും സന്തോഷം ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് അത് കൊടുക്കില്ല. ശിവ ചെയ്ത ലവ് മാരേജ് അല്ല, ഇറ്റ്സ് എ കോയിൻസിഡന്റ്. ലവ് മാരേജ് തെറ്റാണെന്ന് പറഞ്ഞൂടാ. നീ എന്താ ആലോചിക്കുന്നത്? മാരേജ് എന്ന് പറയുന്നതേ പ്രോബ്ലം ആടാ. അവളെ ഞാൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വെക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാ. ഹലോ രജനി, എന്റെ പേര് ഗിരി. എതിർ ഫ്ലാറ്റിൽ താമസിക്കുന്ന ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്തായി? ഗിഫ്റ്റ് പാക്കിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. ഇത് നിനക്ക് വേണ്ടിട്ടാ. ഇത് നിന്നെ പ്രേമിച്ച ശിവ വാങ്ങിയതാ. ഇതിൽ നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ട്. ഒരു മാസം നിന്റെ പുറകെ നടന്ന് നിന്റെ ഇഷ്ടങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതനുസരിച്ച് വാങ്ങിയതാ. കാണണോ? ദാ കാണ്, കാണ്. ദാ ഇത് നിനക്ക് വാങ്ങിയതാ. ആ, എന്താ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? എന്നാൽ ഇതാണ് സത്യം. ശിവ ആഗ്രഹിച്ചത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നില്ല, ലവ് മാരേജ്. ശിവ പ്രേമിച്ചത് നിങ്ങളെ, എന്നാൽ വിവാഹം കഴിച്ചത് നിങ്ങളെ പോലെ ഇരിക്കുന്ന സത്യയെ. ആ വിഷയം വിവാഹത്തിന് ശേഷമാണ് അവൻ അറിയുന്നത്. പ്രേമിച്ച പെണ്ണിനെ മറക്കാനാവാതെ, വിവാഹം കഴിച്ചവളോട് നീതി പുലർത്താനാവാതെ അവനൊരു ഭ്രാന്തനെ പോലെ ആയിരിക്കുന്നു. അവൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷവും അയൽ വീട്ടിലെ പെണ്ണിന്റെ പുറകെ പോകുന്ന എത്രയോ ആണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. എന്നാൽ പ്രേമിച്ച പെണ്ണ് എതിർ വീട്ടിൽ താമസിക്കുമ്പോ ഒരു പുരുഷനും മനഃശാന്തി ഉണ്ടാവില്ല. ഇനിയെങ്കിലും നിന്നെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അവൻ സ്വന്തം ഭാര്യയോടൊപ്പം സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നിങ്ങളെ മറക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോ നിങ്ങൾ അവന്റെ മുമ്പിൽ വീണ്ടും വന്നു. ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു പോകും പ്ലീസ്. എനിക്ക് വേണ്ടിയല്ല, അവനും വേണ്ടിയല്ല. ഒന്നും അറിയാതെ അവന്റെ വീട്ടിൽ കഴിയുന്ന അവന്റെ ഭാര്യ സത്യക്ക് വേണ്ടി പ്ലീസ് എങ്ങോട്ടെങ്കിലും പോകൂ. സത്യ, നിന്നെ പോലെ സാരി ഉടുക്കാൻ എനിക്കറിയില്ല. എനിക്കിത് ചേരൂല്ല. ഇതൊക്കെ നിനക്കേ പറ്റൂ. അയ്യോ സോറി സിസ്റ്റർ, ഞാൻ ആളറിയാതെ എന്തൊക്കെ പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഒന്ന് കാര്യമായിട്ട് കേൾക്കേ പ്ലീസ്.
എന്ത് പറ്റി സത്യ? സിസ്റ്റർ സിസ്റ്റർ ഞാൻ പറയുന്ന കേൾക്കൂ പ്ലീസ്. ഏത് സത്യം സത്യം അറിയരുതെന്ന് വിചാരിച്ചോ ആ സത്യം എന്റെ നാവിന്ന് വീണുപോയി. നോക്ക്, നിങ്ങളെ സ്നേഹിച്ച ശിവ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ. രജനി, ശിവയും സത്യവും സന്തോഷമായിട്ട് ഇരിക്കുന്നതിന് നിങ്ങൾ ഇവിടുന്ന് പോയേ മതിയാവൂ. ഇവിടെ നിന്നല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പോകൂ. സിസ്റ്റർ സിസ്റ്റർ പ്ലീസ് ഒന്ന് നിൽക്കൂ. പ്ലീസ് നിൽക്കൂ, പറയുന്ന കേൾക്കൂ. പ്ലീസ് പോകരുത് സിസ്റ്റർ, പോകരുത്. പ്ലീസ് പ്ലീസ് പോകരുത്. പ്ലീസ് പോകരുത്. ശിവ വരുന്നവരേക്കും. ഇതുവരെ ശിവ എന്നോട് അകന്നു നിന്നതിന് വേറെ ഏതോ കാരണം ഉണ്ടെന്നല്ലത്. ഞാനാണ് കാരണം അറിഞ്ഞില്ല. ഇവിടുന്ന് പോകാൻ പോവുകയാണോ? ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടിലല്ല, ഭർത്താവിന്റെ മനസ്സിലാ. ആ ഭാഗ്യം എനിക്കില്ല. സിസ്റ്റർ സിസ്റ്റർ എടാ ശിവ, എന്തടാ എങ്ങോട്ടാ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയടാ. എന്തടാ? നീ ഈ സത്യം സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് രജനിയോട് ഇവിടുന്ന് പോകണമെന്ന് പറയാനായി ഞാൻ രജനിയുടെ ഫ്ലാറ്റിൽ ചെന്നറാ. നീ എന്താ പറഞ്ഞേ? രജനിയാണെന്ന് കരുതി ഞാൻ സത്യയോട് എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ സത്യ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഏയ്, നീ എന്ത് പണിയെ കളിച്ചേ? എന്റെ കുടുംബകാര്യത്തിൽ നിനക്കെന്താ? സോറിടാ. എന്റെ മോളുടെ കണ്ണീര് കാണേണ്ടി വന്നാൽ എനിക്കത് സഹിക്കില്ല. അവളെ വേദനിപ്പിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. അണ്ണാ, ലോ മരുവാൻ. വാ മോനെ വാ, ഇരിക്ക്. എന്താ മോനെ തീരെ പ്രതീക്ഷിക്കാതെ? മോനിരിക്കെ. പിന്നെ സത്യമോള് ഇവിടെ വന്നപ്പോ തൊട്ട് ഒരേ കരച്ചില്ല. ചോദിച്ചിട്ടൊന്നും പറ. എന്താ കാര്യമെന്ന് മോനറിയും. എന്താണെന്ന് പറ. നിങ്ങളൊന്ന് വഴക്കിട്ടോ? അല്ലച്ച, അത് എന്തെങ്കിലും വഴക്കുണ്ടായാലും എനിക്കിവിടെ വരാൻ പാടില്ലോ. 20 വർഷമായിട്ട് ഞാൻ ഇവിടെ അല്ലായിരുന്നോ? 2 ദിവസത്തേക്ക് താമസിക്കാൻ എനിക്ക് ഇവിടെ വന്നൂടെ? അതല്ല മോളെ, പുതിയ ദാമ്പത്യമല്ലേ, നിങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ 1000 പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താ, അതൊക്കെ നിങ്ങളോട് പറയണോ? ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ മോനെ. ദാമ്പത്യം തുടങ്ങിയാ പിന്നെ കണ്ണീര് പൊഴിക്കുന്നത് പോലും പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും. സ്വന്തം വീട്ടിൽ പോലും അവളെ കെട്ടിയവനെയായിരിക്കും അവൾ സപ്പോർട്ട് ചെയ്യുന്നത്. നിന്റെ അമ്മായിമ്മ കൂടി അങ്ങനെയാ. സത്യയെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാം. ആ ശരി, ഞാൻ പോട്ടെ. അതെ ചങ്ങാതി, ഇപ്പൊ ഞാൻ ബൊമ്മ നോക്കാൻ വന്നതല്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും ലക്ഷ്യബോധം ഉണ്ടാവണമെന്ന് പറയാൻ വന്നതാ. എന്താ അത്? അതെ ചങ്ങാതി, സിമ്പിൾ പോയിന്റ്. ഒരു പുതിയ ഷർട്ട് ഇഷ്ടമായില്ലെങ്കിൽ ഒരു തവണ പോലും നമ്മൾ ഇടാറില്ല. പക്ഷെ പഴയ ഷർട്ട് ഇഷ്ടമാണെങ്കിൽ അത് എത്ര തവണ വേണമെങ്കിലും ഇടും. ഒരു ഷർട്ടിന്റെ കാര്യത്തിൽ ഇത്രയും ആലോചിക്കുന്ന നമ്മൾ ജീവിതത്തെ കുറിച്ച് എത്ര കണ്ട് ആലോചിക്കണം? ഇഷ്ടമില്ലാത്ത പെണ്ണിനോടൊപ്പം 6 ദിവസം ജീവിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട പെണ്ണിനോടൊപ്പം 6 ദിവസം ജീവിക്കുന്നതാണ് നല്ലത്. മറ്റേ ആ ബൊമ്മ തന്നെ ഇത് വെച്ചോ. വേണ്ട ചങ്ങാതി, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.
സത്യ സംസാരിക്കുന്നത്. ആ പറയൂ സത്യ, നിന്നോട് കുറച്ച് സംസാരിക്കണം. പറയോ? ആഹാ, ഇങ്ങനെ ഫോണിലല്ല, പേഴ്സണലായിട്ട്. നിന്റെ വീട്ടിൽ വരട്ടെ? അത് വേണ്ട, വീട്ടിൽ അച്ഛനുണ്ട്. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് അച്ഛൻ അറിയരുത്. ഇത് ഞാനും നീ മാത്രം സംസാരിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ഹലോ ഹലോ ഹലോ, ആ പറയൂ സത്യ, എവിടെ കാണാം? നമ്മൾ തമ്മിൽ മാത്രം സംസാരിച്ച് തീരുമാനിക്കാനുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ മിണ്ടാതിരിക്കുന്ന സത്യ? ശിവയുടെ വിവാഹം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ശിവയെ കല്യാണം കഴിക്കില്ലായിരുന്നോ? ഓഫ് കോഴ്സ്, ഇപ്പോഴും നിനക്ക് ശിവയെ കല്യാണം കഴിച്ചൂടെ? നിന്റെ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ പറയുന്നത് എന്തർത്ഥത്തിലാ സത്യ? ശിവയ്ക്ക് നിന്നോടുള്ള പ്രേമം കൊണ്ട്. എപ്പോ ഒരാൾ ആത്മാർത്ഥമായി ഒരാളെ പ്രേമിക്കുന്നു, അപ്പൊ നമ്മുടെ സന്തോഷം മറന്നിട്ട് അയാളുടെ സന്തോഷത്തെ പറ്റി ഓർക്കണം. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അത് യഥാർത്ഥ പ്രേമമാവില്ല. രജനി, നമ്മൾ രൂപം കൊണ്ട് ഒരുപോലെയല്ലേ? എന്നിട്ടും അയാൾക്ക് എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്നറിയോ? നിന്റെ അടുത്ത് അയാളുടെ പ്രേമിക്കുന്ന മനസ്സുണ്ട്. എന്റെ അടുത്ത് അയാൾ കെട്ടിയ താലി മാത്രമേ ഉള്ളൂ. സത്യ, നീ നിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ആലോചിക്കുന്നത്. അയാളുടെ മനസ്സിൽ നിന്നോട് പ്രേമം ഉണ്ടായിക്കൂടെന്നില്ലല്ലോ. ഇല്ല രജനി, മനുഷ്യന്റെ വിഷമവും സന്തോഷവും പുറത്തു കാണിക്കാതിരിക്കാം, പക്ഷെ പ്രേമം ഒളിക്കാനാവില്ല. ഞാൻ അയാളുടെ കണ്ണുകളിൽ എന്നോടുള്ള സഹതാപം മാത്രമാണ് കാണുന്നത്. അധികം എന്തിന്? യഥാർത്ഥത്തിൽ എന്നോട് പ്രേമം ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിയില്ലേ? ഇങ്ങനെ പിരിഞ്ഞിരിക്കോ? സത്യ, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നീ നന്നായി ആലോചിച്ച് നോക്കിയോ? അദ്ദേഹത്തിന് സന്തോഷാവുമല്ലോ. സത്യ, അയാൾ നിന്റെ ഭർത്താവല്ലേ? ഞാൻ വിട്ടുതരാണെങ്കിൽ ശരി, ഞാൻ ശിവയോട് സംസാരിക്കട്ടെ. ഹലോ. ഹായ് ശിവ, കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ആ പറയേ. സായി ടെമ്പിളിലേക്ക് വരുമോ? അതിനെന്താ? എവിടേക്കാ ഈ തോക്ക് എടുത്തോണ്ട്? എന്റെ മകളെ ജീവിതം നശിപ്പിച്ചിട്ട് ആരെയും സന്തോഷിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിന് കാരണക്കാരിയായ രജനിയെ ഞാനൊന്ന് വകവരുത്തും. അയ്യോ അരുത്, നടന്നത് എന്താണെന്നറിയാതെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാലോ? വേണ്ട. നോക്ക് ശിവ, ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങളുടെ മാരേജ് ഒരു ആക്സിഡന്റ് ആയിരുന്നു, അങ്ങനെയല്ലേ? ആയിരുന്നു. നിങ്ങൾ എന്നെ പ്രേമിച്ചത് സത്യമല്ലേ? സിൻസിയർ ലവ് ആയിരുന്നു അത്. എന്താ ശിവ, എന്നെ തേടി ട്രിവാൻഡ്രം വരെ വന്ന നിങ്ങൾക്ക് നേരെ എതിർ ഫ്ലാറ്റിലുള്ള എന്നെ നോക്കി ഒരു തവണ നിന്നെ ഞാൻ പ്രേമിക്കുന്നെന്ന് പറയാൻ തോന്നിയില്ലല്ലോ? ആര് പറഞ്ഞില്ലെന്ന്? ശിവ, പ്രേമിക്കുന്നവർക്ക് വിരഹം വളരെ അകലെയാണെങ്കിലും സഹിക്കാം. ഇന്ന് അടുത്തുണ്ടായിട്ട് മിണ്ടാൻ കഴിയാത്തത് വലിയ കഷ്ടാ അല്ലേ? ആയിരിക്കും. അതുകൊണ്ട് ശിവ, നമ്മൾ തമ്മിൽ എത്രയും വേഗം വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശിവ എന്താ ആലോചിക്കുന്നത്? സത്യയെക്കുറിച്ച്. സത്യയെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. അവളാണ് നിങ്ങളോട് ഇത് പറയാൻ എന്നെ കൺവിൻസ് ചെയ്യിച്ചത്. എന്താ ശിവ, എന്തു പറ്റി? ഒന്നുമില്ല. എന്റെ ഭാര്യ ഞാൻ പ്രേമിച്ച പെണ്ണിന് വേണ്ടി എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. നിങ്ങളാണെങ്കിൽ മറ്റൊരാളുടെ ഭർത്താവിന് വിവാഹം കഴിക്കാനും.
ഇതിലേതാണ് യഥാർത്ഥ പ്രേമെന്ന് എനിക്ക് നിങ്ങൾ പ്രേമിച്ചത് എന്നെയല്ലേ? പ്രേമിച്ചിരുന്നു, പക്ഷെ അത് അപ്പോ. എന്നാ ഇപ്പോ? ഞാൻ പ്രേമിച്ചത് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയാ. എന്റെ വിവാഹം കഴിഞ്ഞ നിലയ്ക്ക് ഇനി അതിനെന്തർത്ഥ? അതുകൊണ്ട് കല്യാണം കഴിഞ്ഞു പോയെന്ന് വെച്ച് പ്രേമിച്ചുവിടുന്നുണ്ടോ? പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിനേക്കാളും പ്രേമിക്കാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിനേക്കാളും വിവാഹം കഴിച്ച ഭാര്യയോടായിരിക്കണം ഭർത്താവിന്റെ പ്രേമം. ആഹാ, എപ്പോ തുടങ്ങി നിങ്ങൾക്ക് ഭാര്യയോടുള്ള ഈ പ്രേമം? ഈയിടെ 20 വർഷം വളർത്തിയ മാതാപിതാക്കൾക്ക് മുന്നിൽ 2 മാസത്തെ മാത്രം പരിചയമുള്ള എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാനും എന്റെ ഭർത്താവും തമ്മിൽ പല പ്രശ്നം ഉണ്ടായെന്ന് വരും. പക്ഷെ അതിൽ ഇടപെടുന്ന കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് അവൾ ചോദിച്ചത്. ആ നിമിഷം പോലെ ഞാൻ അവളെ പ്രേമിക്കുക. പ്രേമിച്ച പെണ്ണിനെ കെട്ടിയില്ലെങ്കിൽ ലവ് ഫെയിലിയർ, കെട്ടിയവന് ഉപേക്ഷിച്ച പെണ്ണിന്റെ ലൈഫേ ഫെയിലിയർ. എന്നിട്ട് സ്വന്തം ജീവിതം എന്തോ ആയിക്കോട്ടെ, ഭർത്താവിന്റെ സന്തോഷം മുഖ്യമെന്ന് അവള് പറഞ്ഞത്. അപ്പൊ എനിക്ക് അവളോടുള്ള സ്നേഹം ഇരട്ടിയായി. അപ്പോ എന്നെ മറന്നിട്ട് ഭാര്യയോടൊത്ത് സന്തോഷമായിട്ട് ജീവിക്കാന്നാ? എന്തുകൊണ്ട് ജീവിച്ചുകൂടാ? ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന പലർക്കും മുമ്പ് പല പ്രേമങ്ങളും ഉണ്ടായിരുന്നിട്ടില്ലേ? അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? ഞാനും അതുപോലെ. എന്ത് സംഭവിച്ചാലും സ്വന്തം ഭാര്യയെ തന്നെ പ്രേമിച്ച് ജീവിക്കുന്ന? സംശയം എന്താ? ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും ഏത് ഭാര്യയും ക്ഷമിച്ചെന്ന് വരും. പക്ഷെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് സ്നേഹം ഉണ്ടെന്നറിഞ്ഞാൽ ഒരു ഭാര്യയും ക്ഷമിക്കില്ല. എന്നാൽ എന്റെ സത്യം, എന്റെ സന്തോഷത്തിനായി, എന്റെ ആഗ്രഹത്തിന് വേണ്ടി സ്വന്തം സ്ഥാനമാണ് വിട്ടൊഴിയാൻ തയ്യാറായത്. ഷീസ് ഗ്രേറ്റ്. അധികം എന്തിന്? ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് അവൾ എനിക്ക് വേണ്ടി നിമിഷം പ്രതി ത്യാഗം ചെയ്തോണ്ടിരിക്കുക. എന്നാൽ ഞാൻ അവളോട് ചെയ്തതോ? ആ നല്ല മനസ്സിനെ ഞാനിപ്പോ പ്രേമിച്ചു പോകുന്നു. ഇന്നുവരെ കരുതിയതൊന്നുമല്ല ദാമ്പത്യം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആ സന്തോഷം ഒന്ന് ശരിക്കും ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ തെറ്റുകൊണ്ടാ അവൾ എന്നിൽ നിന്ന് അകന്നു പോയത്. എന്നെങ്കിലും എന്നോട് ക്ഷമിച്ച് അവൾ തിരിച്ചു വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ആ നിമിഷം പ്രതീക്ഷിച്ചിരിക്കുക ഞാൻ. കുഴപ്പമില്ല, എന്റെ സത്യക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എത്ര ദിവസമാണെങ്കിലും, എത്ര വർഷമാണെങ്കിലും, എത്ര ജന്മങ്ങളാണെങ്കിലും ഞാൻ കാത്തിരിക്കും. എന്താ നീ കാണിക്കുന്നത്? ഞാൻ രജനിയല്ല, സത്യ. നിങ്ങളുടെ സത്യ. ഞാൻ പ്രൂവ് ചെയ്തേരാന്ന് പറഞ്ഞിരുന്നില്ലേ സത്യ? നിന്റെ ഭർത്താവ് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെ? സത്യ, നിന്റെ ഭർത്താവിനെ പോലെ ഒരാളെ വേണമെന്ന് പറഞ്ഞു എന്നല്ലാതെ നിന്റെ ഭർത്താവിനെ അല്ല. ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ. തൈമാസ പെണ്ണാളെ, താമര കണ്ണാളെ, പാടാത്ത പാട്ടൊന്നു പാടിവാ. മന്ദാര പൂവല്ലേ, മൂവന്തി ചോപ്പല്ലേ, ശൃംഗാരത്തേൻ തുമ്പി